Yengi
ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പരിശുദ്ധ പകലിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ പകലിൽ അതിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഇന്ന് പകലിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ആയുസ്സിന് അങ്ങേ ദീർഘമാക്കി ആരോഗ്യവും ഫലവും നൽകി അങ്ങയുടെ സന്നിധിയും ഞങ്ങളെ നിർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ഞങ്ങളുടെ എണ്ണത്തിലാരും കുറയാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ, അതേ ഞങ്ങളുടെ മാതാപിതാക്കളെ എല്ലാവരും അവിടെ ഇവിടെയായി സൂക്ഷിച്ച പരിപാലിച്ച ദൈവകൃപയ്ക്കായി ഈ പകൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുകയാണ്. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിന് ഞങ്ങൾ സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. കർത്താവേ, ഇന്നലകളിൽ ആപത്തുകൾ, അനർത്ഥങ്ങൾ അനേകരെ തകർത്ത് കളഞ്ഞപ്പോൾ അതിനകത്ത് ഞങ്ങളെ പെടുത്താതെ അതിനകത്ത് നിന്ന് നീക്കുപോക്ക് നൽകി അതേ ഞങ്ങളെ ജയകരമായി ജീവിപ്പാൻ തക്കവണ്ണം അവിടുത്തെ കൃപയാൽ നിറച്ച് അവിടുന്ന് ഞങ്ങളെ ശക്തീകരിച്ച, അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തിയ, അവിടുന്ന് ഞങ്ങളെ താങ്ങി നടത്തിയ അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ പരിപാലനത്തിനായി ഓ നന്ദിയോടെ ഇപ്പോൾ സ്തോത്രം ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകൽ ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാർ അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങേ സ്തുതിക്കുകയും അങ്ങേ ആരാധിക്കുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് ഇന്ന് പകൽ കർത്താവേ, അടിങ്ങൾക്ക് കുടുംബമായി ഞങ്ങളുടെ ഭവനത്തിൽ നിന്നുകൊണ്ട് അവൻ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഇന്ന് പകലിൽ ലൈവിലൂടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുമ്പോൾ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഈ ലൈവിലുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. വരും ദിവസങ്ങളിൽ കർത്താവേ, കൂട്ടായ്മ ഈ ആരാധന ആരെങ്കിലും കാണുന്നെങ്കിൽ ലൈവ് വീക്ഷിക്കുന്നെങ്കിൽ സർവകൃപാലുവായ ദൈവം അവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇന്ന് പകൽ ഞങ്ങളുടെ പാട്ട്, ഞങ്ങളുടെ ആരാധനയെല്ലാം അങ്ങേക്ക് പ്രസാദകരമായി തീരുവാൻ, അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ സ്വർഗ്ഗമിടയാക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിയോടൊപ്പം പരിശുദ്ധാത്മാവാൻ ദൈവം കൂടെ അവയെ ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ, വചനങ്ങൾ, ആരാധനകൾ, പ്രബോധനങ്ങൾ എല്ലാം ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് പകൽ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിച്ച് വലിയ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ അങ്ങയെ ബഹുത്വപ്പെടുത്തുവാൻ, സന്തോഷിപ്പാൻ കർത്താവ് കൃപ നൽകണമേ. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്ന് രണ്ട് പാട്ടുകൾ പാടി നമ്മുടെ കരങ്ങൾ തട്ടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിൽ എന്നും ഉയർത്തിടാം എന്നുള്ള പാട്ടുകൾ പാടി നമ്മുടെ കരങ്ങൾ തട്ടി നമുക്ക് ആരാധിക്കാം. അത്ഭുതം യേശുവിൻ നാമം I
മാറത്ത് പൊങ്കച്ച കെട്ടിയാണ് എന്ന് പറയുന്ന നമ്മുടെ മധ്യാഹ്നം അശുദ്ധിയല്ല ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ അശുദ്ധിയല്ല ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ ഓ കർത്താവേ കത്തട്ടെ ഓ കർത്താവേ കത്തട്ടെ അശുദ്ധിയല്ല ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ പ്രിയനേ യേശുവേ
യേശുവേ രക്ഷകാ നിൻ കരമൻ മേൽ വയ്ക്കാം ശുദ്ധി ചെയ്യണമേ മേൽ വയ്ക്കാം ശുദ്ധി ചെയ്യണമേ ഓ കർത്താവേ അഗ്നിയെന്നിൽ കത്തട്ടെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ രണ്ടുകൊണ്ട് പറന്നു രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മൂടി സ്വർഗത്തിൽ സറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർക്കുമ്പോ അവരുടെ മധ്യ നിവസിക്കുന്ന കർത്താവിനെ യെശയ്യാവ് ദർശിച്ചപ്പോൾ യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു, അയ്യോ ഞാൻ ആദരശുദ്ധിയില്ലാത്ത മനുഷ്യൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാകുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ആഴമായി സമർപ്പിക്കുവാൻ ഇടയായി തീരട്ടെ. ഒന്നുകൂടെ നമ്മളെ ശുദ്ധീകരിക്കപ്പെടുവാൻ, ഒന്നുകൂടെ അതേ നമ്മുടെ ജീവിതത്തെ പണിയപ്പെടുവാൻ, ഒന്നുകൂടെ ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടത്. അവിടുന്ന് നമ്മെ വചനം കൊണ്ട് ശുദ്ധീകരിപ്പാൻ, അവിടുത്തെ രക്തം കൊണ്ട് കഴുകുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് ആമേൻ ഹല്ലേലൂയ നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് ചുരുക്കം വാക്കുകളിൽ ആ റൂഹമായ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കാൻ ലോകമെമ്പാടും കൊറോണ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണം. അനുഗ്രഹമായി തീരുമാറാണ്. നല്ല വചനത്തിന് ശുദ്ധീകരിക്കുമാറാണ്. ഇപ്പോൾ പ്രിയ ഷീജ 136 സങ്കീർത്തനം ആമേൻ ശബ്ദമുയർത്തി വാക്യമായി വായിക്കും. ആമേൻ നമുക്ക് ചേർന്ന് വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സങ്കീർത്തനം 136 സങ്കീർത്തനം വായിക്കുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി ജ്ഞാനത്തോടെ ആകാശങ്ങൾ ഉണ്ടാക്കിയവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. വലിയ വെളിച്ചങ്ങൾ ഉണ്ടാക്കിയവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. രാത്രി വാഴുവാൻ ചന്ദ്രനെങ്കിലും നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവിടെ നിന്നും ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. രണ്ടായി വിവാഹിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സൈന്യത്തെയും തള്ളിയിട്ടവൻ അവന്റെ ദയ എന്നേക്കുമുള്ളത്. മഹാരാജാക്കന്മാരെ സംഹരിച്ചവൻ അവന്റെ ദയ എന്നേക്കുമുള്ളത്. മോന്യരുടെ രാജാവായ സീഹോനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവരുടെ ദേശത്ത് അവകാശമായി കൊടുത്തു, അവന്റെ ദയ എന്നേക്കുമുള്ളത്.
തന്റെ ദാസനായ അവകാശമായി തന്നെ താഴ്ച നമ്മെ ഓർത്തവനെ അവന്റെ എന്നേക്കുമുള്ളത്. നമ്മുടെ വഴിയുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് ജലത്തിനും ആഹാരം കൊടുത്തവനെ അവന്റെ എന്നേക്കുമുള്ളത്. ചേർന്ന് വായിക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തനം ഇന്ന് പകൽ വായിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തതോർത്ത് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നിധിയിൽ നിന്നുകൊണ്ട് ഈ സങ്കീർത്തനത്തെ വായിപ്പാൻ ആമേൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചു, നമ്മെ ബലപ്പെടുത്തി. ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഈ കൊറോണ പീരീഡിൽ അവൻ ഈ കൊറോണ കാലത്ത് ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് ഇന്ന് മുതൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ തുതിപ്പാൻ കർത്താവിന്റെ ഇടയായി തീരണം. അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ ഒരു പാട്ടുകളുടെ പാടി നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ഭൂവാസികളെ Hallelujah.
സന്തോഷത്തോടെ വന്നു കാണുവേ, സംഗീതത്തോടെ വന്നു കൂടുവേ, സന്തോഷത്തോടെ സ്തുതി പാടുവേ, ഓ സംഗീതത്തോടെ വന്നു കൂടുവേ. അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ, സ്തുതിക്കുന്നു അവന്. അവൻ നല്ലവനല്ലോ, വേദനോ ഉള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിക്കുന്നു അവന്. അവൻ നല്ലവനല്ലോ, വേദനോ ഉള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിക്കുന്നു അവന്. അവൻ നല്ലവനല്ലോ, ശത്രുവിന്റെ ആമേൻ അതെ വെല്ലുവിളി കലച്ചു നിന്ന് ആമേൻ നമ്മെ വിടുവിച്ച നല്ല ഇടയനായ കർത്താവിനെ ഇന്നു പകലിലും പാടി സ്തുതിക്കുക. അവൻ നമ്മെ ശക്തീകരിക്കുന്ന, അവൻ നമ്മെ ഫലപ്പെടുത്തുന്ന ആ വലിയ ദൈവത്തെ ഓർത്ത് അങ്ങയുടെ ഹൃദയത്തോട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. തുടർന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെയും സംസാരിക്കുകയും ചെയ്യട്ടെ. ലോകരാജ്യങ്ങളിലായിരിക്കുന്ന ദൈവമക്കൾ അവിടെവിടങ്ങളായി ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകര് യഹോവ ദൈവമെന്ന് അറിയുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിനാൽ, ദൈവമാണ് ആമേൻ നമ്മെ സൃഷ്ടിച്ചതെന്ന് തിരിച്ചറിയേണ്ടതിനായി, ഹല്ലേലൂയ, ആമേൻ നാം അവനുള്ളവനാണെന്ന് തിരിച്ചറിയുവാനായി ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് വ്യക്തിപരമായി ഓരോരുത്തരും പ്രാപിക്കേണ്ടതിനാൽ ദൈവജനങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ആമേൻ ചെയ്ത ശബ്ദത്തിൽ പ്രാർത്ഥിക്കാം. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹം നല്ല സമയത്തിനാണ് നന്ദിയോട് സ്തുതിക്കും. സ്തോത്രം കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമായി പങ്കെടുത്താൽ ഇത്രയും സമയം കർത്താവേ ഞങ്ങളുടെ പലർക്കും പാടുവാൻ പ്രാർത്ഥിപ്പ് ആരാധിപ്പ് എല്ലാം കർത്താവേ ഞങ്ങൾ സഹായിച്ചാൽ നന്ദിയോട് സ്തുതിക്കും. സ്തോത്രം കർത്താവേ, ശക്തമായ കർത്താവേ, കൃപ അടികളോട് കൂടി സഹായിച്ച സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവിടെ ആക്കിയല്ലോ. കർത്താവേ, ഹോ നല്ലവനെന്ന് തിരിച്ചറിയുക, ആമേന്റെ എന്നേക്കുമുള്ളതെന്ന് അറിയുക, അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപയിൽ നന്ദിയോട് സ്തുതിക്കും. സ്തോത്രം കർത്താവേ, ഇതുപോലെ കടികൾ കൂടുമായി ഞങ്ങളുടെ പാതവൃത്തിലായിരിക്കും സ്വർഗത്തിലെ വലിയവനായ ദൈവ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന അവസരം നന്ദിയോട് സ്തുതിക്കും. സ്തോത്രം എല്ലാ ശുശ്രൂഷകളും വളരെ കർത്താവ് അനുഗ്രഹമാറ്റി കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശിൽ മറിഞ്ഞ് സംസാരിപ്പ ആമേമാൻപടകൾ പ്രസവിക്കും ഇമ്പമാർന്ന ശബ്ദം, വനങ്ങളെ തോന്നിരിക്കുമാണ് ഇമ്പശബ്ദം. ഇത് വെക്കാൻ ഞങ്ങളുടെ കാതുകളിൽ കർത്താവ് കേൾപ്പിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലൈവിലായി
ഉണ്ടായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരുക, ഈ സംഘത്തിന് ഒരു അനുഗ്രഹമായി തീരുക, ഇന്നത്തെ ശുശ്രൂഷ ഒരു അനുഗ്രഹമായി തീരുക. അപ്പൊ ആ ഒരു സഹായിക്കുമാറാകണമേ നടത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധ അവസാനത്തിന്മേൽ കൂടി സഹായിക്കണമേ നടത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ പോയിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകലിലും സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ ആ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവകൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ അവരുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുകയാണ്. ആമേൻ. ഈ ഒരാഴ്ച ആമേൻ വളരെ സന്തോഷത്തോടെ, വളരെ പ്രത്യാശയോടെ ജീവിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ ആവശ്യമായ ദൈവിക കൃപ, ദൈവിക അഭിഷേകം ആമേൻ നമ്മുടെ മേൽ നൽകുവാൻ ആമേൻ ശക്തിയുള്ളവനാകിയാൽ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ആമേൻ എല്ലാവർക്കും ക്രിസ്തുവേശുവിലുള്ള ആമേൻ വന്ദനം ചൊല്ലുകയാണ്. ഇന്ന് പകലിൽ അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട്, കർത്താവ് നൽകിയ ആമേൻ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ആമേൻ കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ഇന്ന് പകലിലും എനിക്ക് കുടുംബമായി ആമേൻ കുഞ്ഞുങ്ങളുമായി ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവമായ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. ഇന്ന് പകൽ ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവമായ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ലൈവിൽ ഉള്ളവരോട് ഞാൻ ആമേൻ വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രശ്നങ്ങളെ കൊണ്ടും പ്രതികൂലങ്ങളെ കൊണ്ടും നിറഞ്ഞതായ ഈ ഭൂമിയിൽ തന്റെ മക്കളെ ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്ത് പാടുവാനും സ്തുതിക്കുവാനും ലഭിക്കുന്ന അവസരം നഷ്ടമാക്കാതെ തുറന്ന ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം ഇടയായി തീരണം. ആരാധിക്കുന്നുവെങ്കിൽ അത് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടിയാണ്. ആരാധിക്കുന്നുവെങ്കിൽ ദൈവിക പ്രസാദം ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആരാധിക്കണം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആമേൻ അഹാബേല് ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി ഇറങ്ങിയത് ആമേൻ ദൈവത്തിന് ആമേൻ പ്രസാദകരമായ ഒരു ആരാധന അർപ്പിക്കാൻ. ഇന്നത്തെ ദിവസം ആമേൻ ദൈവസന്നിധിയിൽ സമയം വേറിട്ടിരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ ആ സ്തുതിക്കകത്ത് ദൈവത്തിന് പ്രസാദം ഉണ്ടാകണം. ഹല്ലേലൂയ. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നോക്കണേ, ആമേൻ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ അതെ യേശു കർത്താവ് യോർദാനിൽ ഇറങ്ങിയ സമയത്ത് ആമേൻ ദൈവത്തിന് പ്രസാദം ഉണ്ടായെന്ന്. ആമേൻ ഇറങ്ങി സ്നാനപ്പെട്ടപ്പോൾ ദൈവത്തിന് പ്രസാദം ഉണ്ടായെന്ന്. ആമേൻ ഹാബേല് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവത്തിന് പ്രസാദം ഉണ്ടായെന്ന്. അങ്ങനെയെങ്കിൽ ആമേൻ നാം കൈകൊട്ടുമ്പോഴും നാം സ്തോത്രം പറയുമ്പോഴും നാം പാടുമ്പോഴും നാം ശുശ്രൂഷിക്കുമ്പോഴും എല്ലാം ദൈവത്തിന് പ്രസാദം ഉണ്ടാകണം. ഹല്ലേലൂയ. അതെ, റോമലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി ആമേൻ നിങ്ങൾ ദൈവത്തിന് പ്രസാദകരമായ യാഗമായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ എന്തിരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വായിച്ചതായ സങ്കീർത്തനത്തിലേക്ക് വേഗം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഒന്ന് ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. 136-ാം സങ്കീർത്തനമാണല്ലോ ഇന്ന് പകൽ നാം എന്ത് ചെയ്തത്? വായിച്ചത്. ഹല്ലേലൂയ. 136-ാം സങ്കീർത്തനം സാധാരണഗതിയിൽ പലപ്പോഴും പലയിടങ്ങളിൽ വായിച്ചു കേൾക്കാറുള്ളത് ആമേൻ ഈ വർഷ അവസാനത്തിൽ എല്ലാവരും കൂടി വന്ന് വർഷത്തിന്റെ ആരംഭവും വർഷത്തിന്റെ അവസാനവും ഒക്കെ ആകുന്ന സമയത്ത് ആമേൻ വായിച്ചു കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ആമേൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആമേൻ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ആമേൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആമേൻ ഈ സങ്കീർത്തനം ഇടയ്ക്കിടയ്ക്ക് വായിച്ച് ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഇന്ന് പകലിലും ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, ഈ സങ്കീർത്തനം ഒന്ന് വായിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ എന്ത് ചെയ്യാം? ആരാധിക്കാം. കാരണം അതിന്റെ 1-ാം വാക്യം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. ഹല്ലേലൂയ. കാരണം ആ യഹോവയെ കുറിച്ച് പറയുന്നത് ആമേൻ അവൻ ദേവാദി ദൈവത്തിന്
ചെയ്യുവിൻ, കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ. അങ്ങനെ ഈ യഹോവ ആരാണ്? അവൻ കർത്താവാണെന്നും അവൻ ദൈവമാണെന്നും അവൻ സ്തുതികളിന്മേ വസിക്കുന്നവനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സങ്കീർത്തനക്കാരൻ ദൈവത്തെ എന്ത് ചെയ്യാണ്? സ്തുതിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ആ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഇന്ന് പകലിലും ഈ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം എന്നെ ശക്തിയുള്ളവനാക്കി മാറ്റുന്ന, എന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുന്ന, എന്നെ ശക്തീകരിക്കുന്ന ഈ ദൈവത്തെ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവന്റെ ദയ എന്നേക്കുമുള്ളത്. അതിന്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചു. ഹല്ലേലൂയ. വേഗം. 23 നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ. താഴ്ച, വീഴ്ച, അല്ലെ എന്നൊക്കെ പറയാം. നമ്മുടെ താഴ്ചയിൽ നമ്മുടെ വീഴ്ചയിൽ നമ്മെ ഓർത്തവനെ. അല്ലേലും നീ അങ്ങനെ തന്നെ വീഴൂന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു, അല്ലെ? അല്ലേലും നീ തോക്കൂന്ന് അറിയാമായിരുന്നു, അല്ലേലും നിന്റെ കുടുംബജീവിതം തകരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. നിന്റെ അഹങ്കാരവും നിന്റെ നഗളവും നിന്റെ പോക്കും പ്ലാനും ഒക്കെ കണ്ടപ്പോഴേ ഞങ്ങൾക്കറിയാമായിരുന്നു ഇതൊക്കെ എന്ത് ചെയ്യും? സംഭവിക്കുമെന്ന്. ഇതാ ഒരു ലോക മനുഷ്യൻ ആമേൻ ഒരുവനെ നോക്കി പറയുന്നത്. എന്നാൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഇന്ന് പകൽ ആമേൻ നമുക്ക് പറയുവാൻ കഴിയും, നമ്മുടെ വീഴ്ച കണ്ട് സന്തോഷിക്കാതെ നമ്മുടെ വീഴ്ചയിൽ നമ്മെ ഓർത്ത് താങ്ങിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഈ കൊറോണ കാലയളവിൽ അനേകര് ആമേൻ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും വളരെ ദുഃഖത്തിലൂടെ പ്രയാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നലകളിൽ ദൈവം ആ വലിയ പ്രതികൂലത്തിന്റെ നടുവിലും ആ കഷ്ടതയുടെ നടുവിലും ആ ദാരിദ്ര്യത്തിന്റെ നടുവിലും ആമേൻ ആ ക്ഷാമത്തിന്റെ നടുവിലും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ചെങ്കടലിന്റെ മുമ്പിലും ആമേൻ അവരെ താങ്ങി നടത്തിയ, അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടത്തി, അവർക്ക് വേണ്ടി അഭിഷേകങ്ങൾ ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവരുന്ന ദൈവത്തെ അവർ പാടി ആരാധിക്കുകയാണ്. ആമേൻ. അവർക്ക് വർണ്ണിക്കുവാൻ നാവുകൾ പോരാ. ഇന്ന് പകലിലും പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതകരമായി അതിശയകരമായി ദൈവം നടത്തിക്കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്താൽ മൗനമായി ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കഴിയത്തില്ല. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ആമേൻ ഒന്ന് വേഗം വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ദൈവം നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല ജീവികളെയും സകല മൃഗങ്ങളെയും എന്ത് ചെയ്തു? ഓർത്തു. മതി. നമുക്ക് വളരെ നന്നായിട്ട് ആ ചരിത്ര പശ്ചാത്തലം അറിയാതെ വലിയ ഒരു ന്യായവിധിക്കകത്ത് നിന്ന്, വലിയൊരു പ്രളയത്തിനകത്ത് നിന്ന്, വലിയൊരു അനർത്ഥത്തിൽ നിന്ന്, അനർത്ഥമെന്ന് പറയാൻ പറ്റത്തില്ല, പ്രതീക്ഷിക്കാതെ സംഭവിച്ചതല്ലല്ലോ. അവൻ മുന്നറിയിപ്പുണ്ടായിരുന്നു. ഇന്ന് വരെ ലോകം കാണാത്ത വിധത്തിലുള്ള അവൻ ഒരു പ്രളയം വരാൻ പോകുകയാണ്. ഒരു ന്യായവിധി വരാൻ പോകുകയാണ്. അതിനകത്ത് നിന്ന് നീക്കുപോക്ക് ഉണ്ടാകണമെങ്കിൽ നോഹ അപ്പച്ചൻ പ്രസംഗിച്ച പ്രസംഗം കേട്ട് ജീവിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ലോകം മുഴുവൻ ആമേൻ പ്രസംഗിക്കപ്പെടുവാൻ ആമേൻ നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആമേൻ സത്യവചനം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എക്കാലത്ത് ആമേൻ അവരുടെ ജീവിതത്തിന്റെ മുമ്പിൽ ആമേൻ സംഭവിക്കുന്ന പ്രതികൂലത്തിനകത്ത് നിന്ന് ആമേൻ നീക്കുപോക്കൊണ്ട് ഇന്ന് പകലത് തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. നോക്കണമേ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്. ഹല്ലേലൂയ. അനേകര് താണുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകര് വീട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകര് തകർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അനേക ജോലി സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അനേക ഭാര്യ ഭർത്താക്കന്മാർ ഡിവോഴ്സിൽ അവരുടെ കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, അനേക കുഞ്ഞുങ്ങൾ അനാഥരായിക്കൊണ്ടിരിക്കുമ്പോൾ, അനേക പ്രിയപ്പെട്ടവർ വിധവകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, അനാഥരെയും വിധവകളെയും പരിപാലിക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്നലകളിൽ ആമേൻ സംഭവിക്കാമായിരുന്ന സകല പ്രതികൂലത്തിനകത്ത് നിന്നും അത് വീട് പോകാമായിരുന്ന, താഴെ പോകാമായിരുന്ന സാഹചര്യം വന്നപ്പോൾ ഓർത്തു ഞങ്ങളെ വിടുവിച്ച ദൈവത്തെ അവർ പാടി ആരാധിക്കുകയാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ തക്കവണ്ണം
പറയട്ടെ. അവൻ അതേ നോഹയെയും കുടുംബത്തെയും ഓർത്ത ദൈവം. കാരണം ആ തലമുറയിൽ അവൻ നീതിമാനായിരുന്നു. ലൈംഗിക അരാജകത്വങ്ങൾ കൊടികുത്തി വാണുകൊണ്ടിരുന്ന ആ കാലഘട്ടങ്ങളിൽ ലോക വേറിട്ടവനായി ജീവിക്കുവാൻ തയ്യാറായതുകൊണ്ട് ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ പകരുവാൻ തക്കവണ്ണമിടയായി. ഈ തലമുറയിലും ഈ കാലഘട്ടങ്ങളിലും ദൈവത്തിന് വേണ്ടി വേറിട്ട് ജീവിക്കുന്ന ഒരു ദൈവവൈതലിന് ദൈവം കൃപ നൽകുവാൻ തക്കവണ്ണമിടയായി തീരും. അവർക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, ശുശ്രൂഷിപ്പാൻ ദൈവം ആക്കി വച്ചിരിക്കുന്ന അഭിഷേകന്മാർ അവിടെവിടങ്ങളിൽ പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ, ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ശത്രു ഉയർത്തിയ മതിലുകൾ അമർന്നു പോകുകയും ദൈവം തന്റെ മക്കൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ അവകാശത്തെ പ്രാപിച്ചെടുക്കുകയും എന്നോട് ചേർന്ന് ദൈവം നൽകിയിരിക്കുന്ന നന്മകളെ അവകാശമാക്കുവാൻ കഴിയാതെ ശത്രു ഉയർത്തിയ മതിലുകൾ അമർന്നു പോകുക. ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാനിടയാണ്. അതെ, ആവർത്തന പുസ്തകം 31 അധ്യായം അതിന്റെ 36 വാക്യം വേഗം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 31:36. ആമേൻ. നമ്മുടെ താഴ്ചയിൽ, നമ്മുടെ വീഴ്ചയിൽ ആമേൻ നമ്മെ ഓർക്കുന്ന ദൈവം. ഹല്ലേലൂയ. വായിക്കാമോ? 31:36 6 വാക്യം. 31. ബലവും ധൈര്യവുമുള്ളവനായിരിപ്പീൻ. അവനെ പേടിക്കരുത്. ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇന്ന് പകൽ കൈ പിടിച്ച് നടത്തുന്ന ദൈവം ഏത് പ്രതികൂലത്തിന്റെ നടുവിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആമേ ഉറച്ചു നിൽക്കുവാൻ, ആമേ നിന്നെ ധൈര്യമുള്ളവനാക്കി മാറ്റുന്ന ആമേ ദൈവം തന്റെ വചനം ഇന്ന് പകൽ കാതുകളിൽ കേൾപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ധൈര്യമുള്ളവരായി മാറണം. വചനത്തിൽ ഉറപ്പുള്ളവനായി മാറണം. അവൻ ഉപേക്ഷിക്കാതെ അവൻ കൈപിടിച്ച് നടത്തുന്ന ഒരു നല്ല കർത്താവ് ഇന്നലകളിൽ തന്റെ ജനത്തെ നടത്തിയ വിധങ്ങളെ ഓർത്ത് അവർ പാടി ദൈവത്തെ എന്ത് ചെയ്യാണ്? സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. 113 സങ്കീർത്തനം അതിന്റെ 7 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം ഇങ്ങനെയാണ്: അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അവൻ എളിയവനെ എന്ത് ചെയ്യും? പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യും. ഇന്ന് പകൽ നിന്നെ ഉയർത്തുവാൻ, ഹല്ലേലൂയ, നിന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ അധികാരമുള്ളവൻ അവൻ അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിലുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അവൻ നീ എളിയവനായതുകൊണ്ട് അവൻ നിനക്ക് കഴിവില്ല എന്ന് പറഞ്ഞ്, അവൻ നിനക്ക് കുറവുണ്ടെന്ന് പറഞ്ഞ് പലരും നിന്നെ മാറ്റി നിർത്തുമ്പോൾ, പലരും നിന്നെ അകറ്റി നിർത്തുമ്പോൾ, പലരും നിന്നെ ഒതുക്കി കളയുമ്പോൾ, അയ്യോ കളവില്ലാത്തത് കൊണ്ട്, അയ്യോ സൗന്ദര്യം കുറഞ്ഞു പോയത് കൊണ്ട്, അയ്യോ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട്, പറയത്തക്ക കഴിവുകൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി പലരും നിന്നെ അവോയ്ഡ് ചെയ്യുമ്പോൾ, പലരും നിന്നെ മാറ്റി നിർത്തുമ്പോൾ ആമേൻ നിന്നെ ആമേൻ അതെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ഹല്ലേലൂയ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് പകൽ? അതുകൊണ്ടാണ് ആമേൻ ഞാൻ ഈ ദൈവത്തെ ആരാധിക്കുവാൻ, ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, എന്റെ ആരോഗ്യം ആമേൻ എന്റെ പൂർണ്ണ ആമേൻ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ തയ്യാറാകുന്നത്. ഹല്ലേലൂയ. കാരണം കഴിവില്ലെന്ന് പറഞ്ഞ് പലരും ആമേൻ തഴഞ്ഞതാ. ഹല്ലേലൂയ. ആമേൻ കൊള്ളത്തില്ല, വേണ്ട എന്ന് പറഞ്ഞ് ആമേൻ ഉപേക്ഷിച്ചതാ. എന്നാൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ എന്റെ കർത്താവ്, ഹല്ലേലൂയ, ആമേൻ ഞാൻ ഒന്നുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട്, എനിക്കൊരു കഴിവുമില്ല, ആമേൻ എനിക്ക് പറയുവാൻ ഒരു ഗുണവുമില്ല, ആമേൻ എന്നെ ഗുണമുള്ളവനാക്കി മാറ്റുന്ന, എന്നെ യോഗ്യതയുള്ളവനാക്കി മാറ്റുന്ന കർത്താവ് എന്നെ കൈപിടിച്ച് ഉയർത്തി നിർത്തി ആമേൻ അതെ പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്താൽ എനിക്ക് മൗനമായി ഇരിക്കാൻ കഴിയും.
ശരീരത്തിൽ നിന്ന്. സംസാരശേഷി ഇല്ലാതിരുന്ന എനിക്ക് സംസാരശേഷി തന്ന കർത്താവിനെ എന്റെ ശബ്ദം കൊണ്ട് സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അതെ, ആമേൻ. 13ാമത്തെ വയസ്സിൽ ആമേൻ ഇനി ജീവിക്കുവാൻ സാധിക്കത്തില്ല, ആമേൻ, മണ്ണോട് മണ്ണാകത്തക്ക വിധത്തിൽ കൊണ്ടുപോയി മറവ് ചെയ്യുക എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആമേൻ ആരോഗ്യം, ആമേൻ ആയുസ്സും വർദ്ധിപ്പിച്ച് ജീവനുള്ളതാക്കി നിർത്തിയിരിക്കുന്ന എന്റെ കർത്താവിനെ ഈ ശരീരം കൊണ്ട് മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റുമോ? ആമേൻ. ജീവിതത്തിൽ അതേ വിവാദം കഴിച്ചാലും തലമുറകൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞെടുത്ത് 2 തലമുറകളെ തന്ന ദൈവത്തിന് ഈ തലമുറകളുമായി ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ പറ്റുമോ? ആമേൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന എന്റെ ദൈവം ആമേൻ താഴ്ചയിൽ എന്നെ ഓർത്ത്, എന്റെ വീഴ്ചയിൽ എന്നെ ഓർത്ത്, ആമേൻ എളിയവനാണെന്ന് കണ്ട്, ദരിദ്രനാണെന്ന് കണ്ട് അവൻ അകറ്റി നിർത്താതെ, മാറ്റിക്കളയാതെ അവൻ കൈപിടിച്ചുയർത്തി നിർത്തിയിരിക്കുമ്പോ ആ പാറമേ നിർത്തി അവൻ പുതിയ പാട്ടുകൾ എന്റെ നാവിൽ തന്ന് അവനെ സ്തുതിക്കാതിരിക്കുവാൻ എനിക്ക് കഴിയുമോ? ഇന്ന് പകൽ അവൻ നിന്നോടൊപ്പം ആയിരിക്കുന്ന ദൈവവൈതലേ, നിനക്കും ഇതൊക്കെ തന്നെയല്ലേ പറയാനുള്ളത്? അയ്യോ അവൻ ആ വീട്ടുകാര് അവൻ ചോദിച്ച പണം കുറഞ്ഞു പോയത് കൊണ്ട് എപ്പോഴും എന്നെ മാറ്റി നിർത്തുകയാ. അവൻ എന്റെ കളറ് കുറവായത് കൊണ്ട്, അവൻ എന്റെ ജീവിതത്തിലെ ഇന്ന കാരണങ്ങൾ കൊണ്ട്, അല്ല എന്റെ കുടുംബത്തിലെ ഇന്ന വിഷയങ്ങൾ കൊണ്ട് ഞാൻ തടയപ്പെട്ട് മാറി ഏങ്ങിയിരുന്ന് കരയുന്ന നിന്നെ ചേർത്ത് നിർത്തി അവൻ നിന്നെ ഓർത്ത് അവൻ നിന്നെ ഉയർത്തി അതെ മാനിക്കുന്ന ഒരു നല്ല ദൈവം. അവൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. അവൻ സങ്കീർത്തനങ്ങൾ അവൻ 136:4 അവൻ ഇന്ന് പകൽ വായിച്ച് അല്പസമയം നമുക്ക് ഒരുമിച്ച് അവൻ കർത്താവിനെ അവൻ നമുക്ക് ആരാധിക്കുകയും ധ്യാനിക്കുകയും മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്യാം. ഈ ദിവസങ്ങളിൽ ഈ കൊറോണ കാലഘട്ടത്തിൽ അവൻ അല്പ സ്വാതന്ത്ര്യമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും അവൻ മിക്ക സ്ഥലത്തും ഈ സ്വാതന്ത്ര്യ നിമിത്തം പിന്നെയും അവൻ അതെ പലരും അവൻ ക്വാറന്റൈനിൽ കഴിയേണ്ടതായിട്ട് വരുന്നു. പലരും ഈ രോഗത്തിന് ആമേൻ അതെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ നടുവിലും ദൈവം തന്റെ മക്കളെ അവിടെ ഇവിടങ്ങളായി സൂക്ഷിക്കുകയാണ്. ഇന്ന് പകൽ വേഗത്തിൽ നമുക്ക് ഈ വേദപാഠത്തിൽ നിന്നുകൊണ്ട് അല്പസമയം ചിന്തിച്ച് ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ഒരുമിച്ച് അതെ ബലപ്പെടാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ ഇന്ന് പകൽ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെ കുറിച്ച് അല്പസമയം നാം എന്ത് ചെയ്യാൻ പോകുന്നത്? ചിന്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് ആൾബലമൊന്നും വേണ്ടെന്ന്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് അണികളൊന്നും വേണ്ടെന്ന്. ഹല്ലേലൂയ. അവൻ എന്തെങ്കിലും ചെയ്യുവാൻ അവൻ ആളുകളുടെ ബലം വേണ്ടെന്ന് എന്ന് പറഞ്ഞാൽ എന്റെ നിങ്ങളെ കയ്യിലിരിക്കുന്ന കാശ് മേടിച്ചിട്ടല്ല അവൻ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കുറെ കാശ് കൊണ്ട് കൊടുത്താൽ ദൈവം പ്രവർത്തിക്കത്തില്ല കേട്ടോ. ആമേൻ. ആമേൻ. ലോകത്തിൽ അനേകര് അവരുടെ കാശ് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. എന്തിനാണെന്നറിയാമോ? അവരുടെ കഷ്ടത മാറാൻ, അവരുടെ വേദന മാറാൻ. ആമേൻ. അവർക്ക് വേണ്ടി ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവിടെ ഇവിടങ്ങളിൽ കൊണ്ട് കാശ് കൊടുക്കാറുണ്ട്. ആമേൻ. കാശ് മാത്രം പോരാ, പല വസ്തുവകകളും കൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്. പഴയ നിയമ ഭക്തന്മാര് ആമേൻ ആലയത്തില് ആട്, മാട്, താറാവ് അല്ലെ അങ്ങനെ പലതിനെ കൊണ്ട് കൊടുക്കാറുണ്ട്. അവൻ അവർക്കുള്ള വകയെന്നെല്ലാം എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്താൽ ദൈവം പ്രസാദിക്കും. ഹല്ലേലൂയ എന്ന് ചിന്തിച്ച അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവൻ എന്നാൽ ഇന്ന് പകൽ ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ എന്നെ നിങ്ങളെയും ഒന്ന് സമർപ്പിക്കപ്പെടാമെങ്കിൽ അവൻ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നു? അവൻ സങ്കീർത്തനങ്ങൾ 72:18 വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ അതെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ഒരു മനുഷ്യന് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ താൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി. അയ്യോ, അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒത്തിരി പേരെ അവൻ അന്നും ഇന്നും ലോകത്ത് കാണാൻ കഴിയും. പഴയ നിയമ പുസ്തകം വായിക്കുമ്പോൾ മന്ത്രവാദികളുടെ വലിയൊരു നിര തന്നെ നമുക്ക് കാണുവാൻ കഴിയും. അതേ മോശയുടെ കാലത്ത് അവൻ വടി നിലത്തിട്ടപ്പോൾ സർപ്പമാകത്തക്ക വിധത്തിൽ അതിശയങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുന്ന മന്ത്രവാദികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇക്കാലത്തും അങ്ങനെ തന്നെ
നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ ദൈവം അതെ സാധ്യങ്ങളെ സാധ്യമാക്കി തരും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവപ്രവൃത്തി അവൻ വെളിപ്പെടുന്നത് പോലെ തന്നെ മറുഭാഗത്ത് അവൻ അന്യായ ശക്തിയെ അവൻ അതെ സേവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും വെളിപ്പെടുത്തുന്ന ആ ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായി എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ ചെയ്യുന്നവരെല്ലാം ഇസ്രായേലിന്റെ ദൈവമാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മേ, എവിടെയെങ്കിലും അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് അത് ദൈവികമാണെന്ന് എന്ത് ചെയ്യരുത്, ചിന്തിച്ചു പോകരുത്. വെളിപ്പാട് 15:3 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ പുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ച് എന്തിനാ പറയുന്നത്? അതെ, ഇത് പറയാതെ ഒറ്റ ശ്വാസത്തിൽ ആമേൻ ഇങ്ങനെ വാദോരാതെ പറയാൻ സാധിക്കും. എന്നാൽ ആമേൻ ഇത് വായിക്കുന്നവരും വായിച്ചു കേൾപ്പിക്കുന്നവരും ഒരുപോലെ എന്ത് ചെയ്യും, അനുഗ്രഹിക്കപ്പെടുമെന്ന്. അതുകൊണ്ടാണ് ആമേൻ ഞാൻ എന്റെ പ്രസംഗത്തിൽ ആമേൻ ഈ വചനം അങ്ങനെ തന്നെ വായിച്ചു കേൾപ്പിക്കുന്നത്. കാരണം ഇത് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും ഒരുപോലെ എന്ത് ചെയ്യാണ്, അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിനോട് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല. ഒരു വാക്യം വായിച്ചിട്ട് അതിനെ വ്യാഖ്യാനിച്ച് ആമേൻ അതിനെ ഇങ്ങനെ അങ്ങ് മണിക്കൂർ കണക്കിന് എന്ത് ചെയ്യാം. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വചനം ഉള്ളതുപോലെ തന്നെ ആമേൻ അതേ കേൾപ്പിക്കുമ്പോഴാണ് ആമേൻ അതേ ജനം സ്വതന്ത്രരാകുന്നത്, അവർ വിടുവിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ആമേൻ അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതാണ്, ആമേൻ, അത്ഭുതമായവയാ. സർവജാതികളുടെ രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യമുള്ളവ. ഹല്ലേലൂയ. അത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തുവും ആമേൻ ദൈവത്തിന്റെ ദാസനായ മോശയും പാടിയ പാട്ട്, അവർ ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നാം ആരാധിക്കുന്ന ദൈവം സർവശക്തിയുള്ളവനാ. ഹല്ലേലൂയ. നീ അവന്റെ പ്രവൃത്തി ചെറുതല്ല, വലിയത്. സ്തോത്രം. അവൻ ഇന്ന് അവൻ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വലിയതാ. ആമേൻ. എത്ര പേര് ആമേൻ പറയും? ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, ആമേൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ. ആമേൻ എന്ന പേരുള്ളവൻ. ഹല്ലേലൂയ. അതെ, ഇന്ന് മുതൽ നീ കേൾക്കുന്ന വചനത്തിന് നീ ആമേൻ പറയുമ്പോ ആമേൻ അതെ പ്രവൃത്തിയിൽ വലിയവനായ ദൈവം നിനക്ക് വേണ്ടി ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം ശക്തിയുള്ളവനാ. ഹല്ലേലൂയ. സങ്കീർത്തനം 86:10 വായിക്കുമ്പോൾ, നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. ഹല്ലേലൂയ. നീ വലിയവനാണ്, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമാണ്, നീ മാത്രമാണ് ദൈവം. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ പുറകെ പോയി ഹല്ലേലൂയ അത്ഭുതം ചെയ്യുന്നവർക്ക് പ്രാധാന്യം കൊടുത്ത് അനേകർ ഓടുമ്പോൾ, ഇന്ന് പകൽ ആകാശത്തെയും ഭൂമിയെയും വാക്കിനാൽ ഉളവാക്കിയ ദൈവത്തെ അവൻ അതെ വെളിപ്പെടുത്തുകയാ. നീ വലിയവനാ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാ, നീ മാത്രം ദൈവമാകുന്നു. അത്ഭുതങ്ങളുടെ പുറകെ അനേകർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ദൈവങ്ങളുടെ പുറകെ അനേകർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഭക്തൻ തിരിച്ചറിഞ്ഞിട്ട് പറയുകയാണ്, നീ വലിയവൻ. ഹല്ലേലൂയ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, നീ മാത്രം ദൈവമാകുന്നു. ഹല്ലേലൂയ. നമ്മെ പോലെ ഈ ഭൂമിയിൽ മാതാപിതാക്കൾക്ക് ജനിച്ചു വളർത്തപ്പെട്ട അനുഗ്രഹകരായ ഒരു ഭക്തനെ കുറിച്ച് അവൻ സത്യ വേദ പുസ്തകത്തിനകത്ത് അവൻ സവിസ്തരം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ യോബിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ ആ ഭക്തനായ ഇയ്യോബ് അവന്റെ ജീവിത അനുഭവത്തിലൂടെ അവൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ ആരാഞ്ഞു കൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ ആരാഞ്ഞു കൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇയ്യോബിനെ കുറിച്ച് അവൻ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന കാര്യം, അവൻ ശരീരം മുഴുവൻ അവൻ അതെ പരുവാദിച്ച് പഴുത്ത് ചലമൊലിക്കുന്ന ഒരു പ്രാകൃതനായ ഒരു മനുഷ്യന്റെ ചിത്രമാണ് ഓടി വരുന്നത്. എന്നാൽ ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അവൻ 1-ാം അധ്യായം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ, അവൻ ബഹുസമ്പന്നനായിരുന്നു. അക്കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും ധനാഢ്യനായ
സമ്പത്ത് സമൃദ്ധി കൊണ്ട് അവൻ അതെ ജീവിച്ച അവൻ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു യോബ്. ഹല്ലേലൂയ. അവൻ ദൈവഭക്തനായിരുന്നു, അവൻ ദോഷം വിട്ടകലുന്നവനായിരുന്നു. എന്നാൽ അവന്റെ വീഴ്ചയ്ക്ക് അവൻ കാരണമായി, ഹല്ലേലൂയ, അവന്റെ താഴ്ചയ്ക്ക് കാരണമായി, അവന്റെ അധപ്പതനത്തിന് കാരണമായി, അവനിൽ ഒന്നും കാണുന്നില്ലെങ്കിലും അവന്റെ ആ വളർച്ച, അവന്റെ ആ ഉയർച്ച, അവന്റെ ആ സന്തോഷം അധികം കാലം നിലനിൽക്കുന്നത് ദൈവം അവനെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് കൊണ്ടാ, ദൈവം അവനെ സംരക്ഷിക്കുന്നത് കൊണ്ടാ എന്ന് പറഞ്ഞ് അത് കുറ്റം പറഞ്ഞ് അവൻ ദൈവസന്നിധിയിൽ കയറി ചെന്ന് അവനെ ഒന്ന് വീഴ്ത്താൻ, അവനെ ഒന്ന് താഴ്ത്തുവാൻ അനുവാദം ചോദിച്ച് അവനെ താഴ്ത്താൻ വേണ്ടി അവനെ പിന്തുടർന്ന ദുഷ്ട പിശാചിന്റെ മുമ്പിൽ അവൻ ഭക്തനായ യോബ് തകർന്നു പോകുവാൻ, വീഴ്ചയിൽ അവൻ ഇല്ലാതാകുവാൻ അനുവദിക്കാതെ അവന്റെ താഴ്ചയിൽ അവന്റെ വീഴ്ചയിൽ അവനെ ഓർത്ത് അവനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ദൈവം. യോബ് പറയുകയാണ് 5:8 ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു, എന്റെ കാര്യം ദൈവത്തിങ്കിൽ ഏൽപ്പിക്കുമായിരുന്നു. ഇന്ന് പകലിലും നിന്റെ വളർച്ച കണ്ടിട്ട് ശത്രു നിന്നെ വീഴ്ത്തിക്കളയുക, നിന്നെ തള്ളിയിടുക, നിന്റെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കണ്ടിട്ട്, അവരുടെ വളർച്ച കണ്ടിട്ട്, അവരുടെ വരുമാനം കണ്ടിട്ട്, അവരുടെ സൗന്ദര്യം കണ്ടിട്ട് അവനെ തള്ളിയിടുക, അവരെ വീഴ്ത്തിക്കളയുക, പിന്തുടർന്ന പിശാചിന്റെ പദ്ധതിയിൽ അവർ വീണുപോയെങ്കിൽ ഇന്ന് പകൽ അത് ഓർത്ത് നീ നിരാശപ്പെട്ട് മാറത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽ യോബിനെ പോലെ ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു. ഈ തളർച്ചയിൽ, ഈ വേദനയിൽ, ഈ കഷ്ടതയിൽ, ഈ പ്രതികൂലത്തിൽ ആരെന്നെ സഹായിക്കും, ഏതെന്നെ സംരക്ഷിക്കും, ആരെനിക്ക് ഉദ്ധാരണം നൽകും? നീ ലോകക്കാരിലേക്ക് നോക്കാതെ, പ്രഭുക്കന്മാരിലേക്ക് നോക്കാതെ, മനുഷ്യ ബുദ്ധന്മാരിലേക്ക് നോക്കാതെ, അവരെ ഇവരെയും വിളിക്കാതെ യോബിനെ പോലെ ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു, എന്റെ കാര്യം ദൈവത്തിങ്കിൽ ഏൽപ്പിക്കാമായിരുന്നു. ഇന്ന് പകൽ സെന്ററിനെ അല്ല, പ്രസ്ഥാനത്തെ അല്ല, സഹോദരനെ അല്ല, കൂടപ്പറപ്പിനെ അല്ല, ഭാര്യ വീട്ടുകാരെ അല്ല, ഭർത്താവിന്റെ വീട്ടുകാരെ അല്ല, പ്രമാണിയെ അല്ല, ലോകത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, രാജ്യത്തിലെ ഏതെങ്കിലും ധനാഠ്യനെ അല്ല കാര്യം ഫലമേൽപ്പിച്ചത് ഞാനോ ദൈവത്തിലേക്ക് നോക്കുമായിരുന്നു. ഇന്ന് പകൽ അവനിലേക്ക് നോക്കുവരുടെ മുഖം പ്രകാശിതമാകത്തക്ക വിധത്തിൽ, അവൻ ലജ്ജിച്ചു പോകാതെ, അവൻ തല ഉയർത്തത്തക്ക വിധത്തിൽ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവം, അവൻ പട്ടുപോകുമായിരുന്ന സാഹചര്യത്തിൽ അവനെല്ലാം നശിച്ച് അവന്റെ ശരീരം പോലും ഇല്ലാതായി പോകുന്ന സാഹചര്യത്തിൽ അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കി, എന്റെ കാര്യം ദൈവത്തിങ്കിൽ ഏൽപ്പിക്കുമായിരുന്നു. ഇന്ന് പകൽക്കാലം ആ ഭക്തനായ യോബിനെ പോലെ എല്ലാം ഉള്ളവനായിരുന്നു. എനിക്ക് കഴിവുണ്ടായിരുന്നു, എനിക്ക് പ്രാപ്തി ഉണ്ടായിരുന്നു, എനിക്ക് ജോലി ഉണ്ടായിരുന്നു, എനിക്ക് വരുമാനം ഉണ്ടായിരുന്നു, എനിക്ക് എല്ലാം ഉണ്ടായിരുന്നു, എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് മക്കളുണ്ടായിരുന്നു, എന്നാൽ അകാലത്തിൽ പൊലിഞ്ഞു പോയി. എനിക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ഭാര്യ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ശുശ്രൂഷ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. എനിക്ക് നല്ല സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു, അത് കൈവിട്ടുപോയി. എനിക്ക് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു, നല്ല നിലയിൽ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അധികം നല്ല നിലയിൽ ബിസിനസ് വർദ്ധിച്ചു വന്നതാ. പെട്ടെന്ന് എല്ലാം തകിടം മറിഞ്ഞു, കൈവിട്ടുപോയി. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ഇന്ന് പകൽ നീ ആരാധിക്കുന്ന ദൈവം ഏകനായ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാ. ഭക്തനായ യോബിന്റെ ജീവിതത്തിൽ എല്ലാം കൈവിട്ടുപോയി. അവന്റെ ശരീരം ആശ്രയം, ശരീരം പരുവന്നു, തൊക്ക് മുഴുവൻ പഴുത്ത് വൃണമായി ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീടുകൊണ്ടിരിക്കുക. അപ്പോഴും ഭക്തൻ പറയുകയാണ്, ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു, എന്റെ കാര്യം ദൈവത്തിങ്കൽ ഏൽപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാരാ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനാരാ. ഇന്ന് പകൽ ഹല്ലേലൂയ, ദേവന്മാരിൽ നിനക്ക് തുല്യനാരാ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാരാ. ദേവന്മാർ
മഹിമയുള്ളവരെ, ശ്രുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ, നിനക്ക് തുല്യനാരാ? ഒരിക്കൽ ഹോരേബിൽ കയറി ചെന്ന മോശ വെന്തുപോകാതെ കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പടർപ്പ് കണ്ടിട്ട് അതെന്തെന്നറിയാൻ വേണ്ടി അടുത്തപ്പോൾ മോശേ, അയ്യോ തീക്കാത്തുന്നൊരു ശബ്ദം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലിലും ആമേൻ, നീ കാണുന്ന ആ കാഴ്ചക്കകത്ത് നിന്നൊരു ശബ്ദം നിന്റെ കാതുകളിൽ കേൾപ്പിക്കുവാൻ ദൈവം ശക്തിയുള്ളവനാ. ഹല്ലേലൂയ. എന്താ കാര്യം എന്നറിയാമോ? ആമേൻ, അവൻ വിശുദ്ധനാകയാൽ ആമേൻ നാമും വിശുദ്ധനായിരിക്കണം. ഹല്ലേലൂയ. അവൻ വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം വിശുദ്ധിയിലും വേർപാടിലും വേണം ദൈവത്തെ ആരാധിക്കാൻ. അതുകൊണ്ടത്രേ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് യഥാർത്ഥമായ ആരാധനയിലേക്ക് അനേകരെ കൈപിടിച്ച് നടത്തിയപ്പോ ആദിപിതാക്കന്മാർ ആ മലയിലുമല്ല ഈ മലയിലുമല്ല സത്യ നമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നുമിരിക്കുന്നു. ഇന്ന് പകലിലും ആമേൻ അവിടെ ഇവിടെ പോയി ആമേൻ അതേ സമയം കളയാതെ ആമേൻ നാം ആയിരിക്കുന്നിടത്ത് അധിവസിക്കുന്ന സർവശക്തനായ ദൈവത്തെ ആരാധിപ്പാൻ നമ്മെ പ്രാപ്തിയുള്ളവരാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവം ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ. അവൻ ദേവന്മാരിൽ നിനക്ക് തുല്യനാണ്. അവൻ വിശുദ്ധിയിൽ മഹിമയുള്ളവനാണ്. അവൻ സ്തുതികളിന്മേൽ ഭയങ്കരനാണ്. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ആമേൻ. അതെ, ഈ കർത്താവിനെ കുറിച്ച് കേട്ടിട്ട് മൗനമായി നീ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോ. ഹല്ലേലൂയ. ആമേൻ. അവൻ സ്തുതികളിന്മേൽ ഭയങ്കരനാണെന്ന് അവൻ നീ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോ അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. നീ മരണ വീട്ടില് കരഞ്ഞോണ്ടിരിക്കുന്ന പോലെ എന്നും നിന്റെ വിഷയം ഓർത്ത് ഇങ്ങനെ ഏങ്ങി കരഞ്ഞോണ്ടിരിക്കാൻ നീ അവിടെ ഇരിക്കും. ഹല്ലേലൂയ. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അന്ന് നീ സ്തുതിക്കാൻ തയ്യാറാണോ? അവൻ സ്തുതികളിന്മേൽ വസിക്കുന്നവനാ. ഹല്ലേലൂയ. ആമേൻ. അതെ, സങ്കീർത്തനങ്ങൾ 40:5 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാ: എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിധാനങ്ങളും വളരെയാകും. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കാമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഏതെങ്കിലും ദൈവം ഇറങ്ങി വന്നപ്പോ ആമേൻ ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ടവര് ആമേൻ വൃക്ഷത്തിന്റെ മറവിൽ പോയിരുന്നു. അല്ലെ, പലരും ചുമരെ ചാരിയിരിക്കാന് ആലയത്തില് ഏറ്റവും പുറകിൽ പോകും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുക ആലയത്തിൽ. ആമേൻ. അതെ, ശൗമേല് ആമേൻ കിടന്നതുപോലെ ആമേൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിഞ്ഞ ദിവസം കൃപയാ അഹരോന്റെ വടി തകർക്കാൻ കാരണം ആ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നിടത്ത് വടി ഇരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആരാധന നടക്കുമ്പോ ആമേൻ എവിടെയെങ്കിലും പോയി ഇരിക്കരുത്. ആമേൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുക. ആമേൻ ദൈവത്തോട് അടുത്തിരിക്കുവാൻ തക്കോണം ഇടയാണ്. അയ്യോ, വീട്ടിലല്ലേ, പാസ്റ്റർ ഇല്ലല്ലോ, ഇപ്പൊ ആരും കാണാനില്ലല്ലോ. അത്തിരാലക്കൊത്ത കണ്ണുള്ളവൻ, ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, ശ്രുതികളിന്മേൽ വസിക്കുന്നവൻ, ദേവന്മാരിൽ ഹല്ലേലൂയ നിനക്ക് തുല്യൻ ആരും ഇല്ല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവൻ വിശുദ്ധി മഹിമയുള്ളവനാണെന്ന്. അതുകൊണ്ട് പുറമേ ഞാൻ കുളിച്ചതാണ്. അയ്യോ, പുറമേ കുളിച്ചിട്ട് കാര്യമുണ്ടോ? അവൻ നിന്റെ അകമല്ല കർത്താവ് നോക്കുന്നേ. ആരാധിക്കുന്ന, സ്വത്രം പറയുന്ന, പ്രസംഗിക്കുന്ന എന്റെ ഉൾപ്പെടെ ഈ പുറമേയുള്ള വേഷമൊന്നും അല്ല ദൈവം നോക്കുന്നേ. അകം എങ്ങനെയാണ്? കൃപയാൽ ഇന്നലെ കേട്ടല്ലോ, നിന്റെ ഹൃദയം ശരിയല്ലെന്ന്. അതുകൊണ്ട് നിനക്കൊരു ഓഹരിയും പങ്കും ഇല്ലെന്നാ ഇന്നലെ രാത്രി നമ്മൾ കൃപയാൽ കേട്ടത്. ഹല്ലേലൂയ. ആരാധിക്കാനും പാടാനും പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും അല്ലെ ആർക്കും കഴിയുമെന്നേ. എന്നാൽ അകം നോക്കും ദൈവം. സ്തോത്രം. മോശയോട് പറഞ്ഞു, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാ നിന്റെ കാലിൽ നിന്നും ചെരുപ്പ് എന്ത് ചെയ്യാ? ആവരണം ഊരി മാറ്റിയത് കൊണ്ടോ?
അല്ല, പുറമേയുള്ള വെടിപ്പ് കൊണ്ടൊന്നും എന്ത് ചെയ്യുന്നില്ല. പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ആമേൻ. സങ്കീർത്തനങ്ങൾ 136:7 ഒന്ന് വായിക്കാം. അവിടെ നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന്. ഹല്ലേലൂയ. വലിയ വെളിച്ചം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തൊരു വെളിച്ചമില്ല. ഹല്ലേലൂയ. അല്ലെ, സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുമ്പോ ഇവിടെ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ട് കാര്യമുണ്ടോ? ഹല്ലേലൂയ. വലിയ സൂര്യൻ ഇവിടെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോ 110 ബൾബ് പ്രകാശിച്ചിട്ട് കാര്യമുണ്ടോ? ഹല്ലേലൂയ. അതെ, മിന്നാമിനിങ് മിന്നിട്ട് കാര്യമുണ്ടോ? ചന്ദ്രൻ പ്രകാശിച്ചിട്ട് കാര്യമുണ്ടോ? നക്ഷത്രങ്ങൾ പ്രകാശിച്ചിട്ട് കാര്യമുണ്ടോ? സൂര്യൻ അണഞ്ഞ ഒരു മെഴുകുതിരി ആയാലും ഒരു മിന്നാമിനിങ് ആയാലും എന്തുണ്ട്? പ്രകാശമുണ്ട്. നീതി സൂര്യനാകുന്ന ക്രിസ്തു അവൻ ഇവിടെ ഇറങ്ങി വന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഹല്ലേലൂയ. ഈ നീതി സൂര്യനാകുന്ന ക്രിസ്തു ഹല്ലേലൂയ വെളിച്ചമായി ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞ് അതിനുശേഷം പിന്നെ മിന്നാമിനിങ്ങോ അല്ലെങ്കിൽ 110 വാട്സിന്റെ ബൾബോ അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റോ അല്ലെങ്കിൽ പിന്നെ എന്തോ പറയാനുള്ളത്, ചന്ദ്രനെ പോലെ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ പോലെ ഇവിടെ ഞാൻ വെളിച്ചമാണ്, ഞാൻ വലിയ സംഭവമാണെന്നും പറഞ്ഞ് അത്ഭുതങ്ങൾ നടത്തിയിട്ടോ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തിയിട്ടോ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ സർവശക്തനായ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു വെളിച്ചമായി. ഹല്ലേലൂയ. അപ്പൊ വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് പിതാവായ ദൈവമല്ലേ? ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, സങ്കീർത്തനക്കാരൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെ കുറിച്ച് അവൻ അതിശക്തമായി വെളിപ്പെടുത്തി അവനെ ആരാധിച്ച് വരുമ്പോൾ അവൻ ആരാധിക്കുവാൻ കാരണം അവൻ വലിയ വെളിച്ചങ്ങളെ എന്ത് ചെയ്തവനാ? ഉണ്ടാക്കിയവനാ. സ്തോത്രം. അപ്പൊ ഈ വെളിച്ചത്തെ കുറിച്ച് ഇന്ന് പകലും ദൈവം എന്നോട് പറഞ്ഞു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോ പിന്നെയും അവരോട് സംസാരിച്ചു. ഇന്നലകളിൽ നിന്നോട് ഇടപെട്ട യേശു ഇന്ന് പകലും നിന്നോട് ഇടപെടുകയാ. ഇതുവരെ ഇടപെടാത്ത നിന്നോട് ഇന്ന് പകൽ യേശു സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാ. ഇന്ന് പകൽ സന്തോഷമുള്ളവർ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ആയിരിക്കുന്നുവെങ്കിൽ, ഇന്ന് നീ ആയിരിക്കുന്ന ഇരുളടഞ്ഞ ജീവിതത്തിന് ഉടമയാണെങ്കിൽ, അയ്യോ ജോലി മേഖലയിൽ എന്താ എങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്റെ വിദ്യാഭ്യാസം, എന്റെ ആ അക്കരയിലേക്കുള്ള യാത്ര, എന്റെ വിദേശ യാത്ര, എന്റെ ജോലി, എന്റെ ഭാവി, എന്റെ വിവാഹം, എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, എന്റെ വീടിന്റെ പണി, അല്ല എന്റെ നാളെ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയാതെ ഒരു ഇരുളടഞ്ഞ ജീവിതത്തിന് ഉടമയാണെങ്കിൽ, ഇന്ന് പകൽ യേശു നിന്നോട് പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. എങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായി ദൃഷ്ടിവെച്ച ആലോചന പറഞ്ഞു തരുന്ന ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ നീതിമാനുമായവൻ ഇന്ന് പകൽ ഇറങ്ങി വന്നിരിക്കുന്ന ആ വസ്തുത നീ തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഇന്ന് പകൽ യേശു എന്നോട് നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചരിത്ര പശ്ചാത്തലം നമുക്ക് കുറച്ചും കൂടെ ആഴമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വേദത്തിലൊന്ന് നമുക്ക് നോക്കാം. അധികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ഇന്ന് പകലിന് ദേവാലയത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും പലർക്കും പോകാൻ പറ്റത്തില്ല. നമുക്ക് ദേവാലയത്തിന് പ്രത്യേകതയൊന്നുമില്ല, അല്ലെ? എവിടെ കൂടുന്നോ അതാ ദേവാലയം. ഹല്ലേലൂയ. അതാ ദൈവ സാന്നിധ്യമുള്ള ഇടം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നോ അറിയുന്നില്ലോ. അപ്പൊ ഞാനും നിങ്ങളും ആ ദൈവത്തിന്റെ ആലയം, അല്ലെ? ആ തിരിച്ചറിവുള്ളവർക്കായി വെളിപ്പാടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ യേശു അധികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അപ്പൊ യേശു എവിടെ ചെല്ലുന്നുവോ അവിടെയെല്ലാം ജനവും
ഇന്ന് പകൽ യേശു വീട്ടിലുള്ളത് കൊണ്ടല്ലേ അവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്നത്. ആമേൻ. യേശു ഉള്ളടുത്ത് ജനമുണ്ടെന്ന്. ഹല്ലേലൂയ. അവന്റെ അടുക്കൽ വന്നു, അവൻ ഇരുന്നു, അവരെ ഉപദേശിച്ചിരിക്കുമ്പോൾ. അപ്പൊ യേശുവിന്റെ അടുത്ത് വരുന്നവരോട് യേശു എന്ത് ചെയ്യും? ഉപദേശിക്കും. ഇന്ന് പകലിലും അവന്റെ ഉപദേശം സ്വീകരിക്കുന്നവർക്ക് വേണ്ടി ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ആമേൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? എന്റെ പൊന്നു പാസ്റ്ററെ, ഇതൊക്കെ എത്ര കേട്ടിട്ടുള്ളതാ, ഇതൊക്കെ എത്ര കേട്ട് മടുത്തതാ. ആമേൻ. ഇത് ശരിയാണെന്ന് പണ്ട് മുതലേ ദൈവം പ്രവാചകന്മാരെ ദൈവം ആക്കി വെച്ചപ്പോ അത് കേട്ട ആ ദൂത് കേട്ട ആളുകളെല്ലാം അങ്ങനെ പറഞ്ഞതാ. പക്ഷെ ഒരിക്കൽ പറഞ്ഞു, ആമേൻ, നീ കാണും, നീ അത് അനുഭവിക്കത്തില്ല. അതെ, ശേക്കലിന് ആമേൻ, അതെ, ആ ക്ഷാമം വന്നപ്പോഴേ അവൻ ദൂത് പറഞ്ഞു, അവൻ അത് അംഗീകരിച്ചില്ല. പക്ഷെ അവന്റെ കണ്ണിന്റെ മുമ്പിൽ അത് സംഭവിച്ചു. അത് അനുഭവിക്കുവാൻ അവന് സാധിച്ചില്ല. ഹല്ലേലൂയ. അവന് ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഇന്ന് പകലിലും അവൻ നിന്റെ കുറവ് ചൂണ്ടി അവൻ നിന്നെ കണ്ടുപിടിച്ച് നിന്നെ ഇല്ലാതാക്കാൻ ശാസ്ത്രിമാരും പരീശന്മാരും അവൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് പോലെ അവൻ ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ ഊതി വീർപ്പിച്ച് നിന്നെ പരസ്യ കോലമാക്കി നിന്നെ തകർക്കാം. അവൻ നിന്റെ വീട്ടിനകത്ത് അവൻ നീ ചെയ്യുന്നത് കണ്ടുപിടിച്ച് അവൻ നിന്റെ ദേശത്ത് നിന്നിൽ വന്ന് അവൻ ഒരു അവസ്ഥ മനസ്സിലാക്കി. നോക്കണമേ, ഇരുളിൽ തപ്പിത്തടയുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. അവൻ വെളിച്ചമില്ലെങ്കിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തത ഉണ്ടാകത്തില്ല. എന്നാൽ വെളിച്ചമില്ലാതെ ആ പാപിനിയായ സ്ത്രീ അവൻ ജീവിച്ചപ്പോൾ അവളിൽ സംഭവിച്ച അവൻ ഒരു ചെറിയ വീഴ്ച. അവൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, അത് ചെറിയ വീഴ്ചയാണോ എന്ന്. അവൾക്ക് വെളിച്ചമില്ലായിരുന്നല്ലോ, അവൾ വെളിച്ചം എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ലല്ലോ. അവൾ ഇരുളിൽ അകപ്പെട്ട് ജീവിച്ചു വരുമ്പോൾ അവളിൽ സംഭവിച്ച ഒരു വീഴ്ച. ആമേൻ. ശാസ്ത്രിമാരും പരീശന്മാരും അവളെ പിടിച്ച് ആമേൻ അതെ കൊണ്ടുവന്ന് നിർത്തി. ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവിടെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. നോക്കണമേ, ആമേൻ, അധികാരം ആമേൻ കയ്യിലെടുത്തുകൊണ്ട് ഹല്ലേലൂയ അവളെ പുറകെ നടന്ന് അവള് പോകുന്നത് എവിടെയാ, അവള് ചെല്ലുന്നത് എവിടെയാ, അവളിലെ കുറവ് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്ന കൂട്ടര് ഇന്നുകൊണ്ട് ആമേൻ നടക്കുന്നതിന്റെ പുറകെ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു നോക്കണേ. ആമേൻ കുറ്റം കണ്ടുപിടിച്ച് ഒതുക്കാൻ നോക്കുന്നവർ ഇന്നുകൊണ്ടെന്ന് അന്നുകൊണ്ടായിരുന്നെന്ന്. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ വിരൽ കൊണ്ട് നിലത്ത് എഴുകിക്കൊണ്ടിരുന്നു. അവൻ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവൻ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപ ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വീട് വിട്ടുപോയി. യേശു മാത്രം നടുവിൽ നിൽക്കുകയും സ്ത്രീയും ശേഷിച്ചു. ഇന്ന് പകലിലും കുറ്റം പറഞ്ഞ് നിന്നെ ഒതുക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ ഇതേ കല്ലുമായി ആമേൻ അതെ യഹൂദന്മാർ ഓടി ചെല്ലാറിയാമോ ആമേൻ കൊന്നുകളയാൻ വേണ്ടി. ഇന്ന് പകലിലും ആമേൻ നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത തരാതെ കുറ്റം പറഞ്ഞ് ആമേൻ നിന്നെ കാണുന്നവരെല്ലാം നിന്റെ കുറവ് മനസ്സിലാക്കി കണ്ടുപിടിച്ച് നിന്നെ ഇല്ലാത്തത് ഉള്ളതും പറഞ്ഞ് ഒതുക്കാൻ നോക്കുമ്പോ നിന്റെ മുമ്പിൽ യേശു നിൽക്കുന്നുണ്ട്. അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാ. ആമേൻ. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകാ, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. സ്ത്രീയെ, അവരെവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? നോക്കിക്കേ, കൽക്കൂമ്പാരത്തിനകത്ത് ഒതുങ്ങി തീരുവാൻ ഓടിച്ചവരെ ഓടി പോകത്തക്ക വിധത്തിൽ ആമേൻ ഏകനായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ആമേൻ വെളിച്ചമായി ഇറങ്ങി വന്നപ്പോൾ ഇരുളിൽ ജീവിച്ചിരുന്ന ആ പാപിനിയായ സ്ത്രീ വെളിച്ചമായവന്റെ അരികിലെത്തിയപ്പോൾ അവളും വെളിച്ചമായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നെന്ന്. ആമേൻ. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നോക്കണേ, ഈ പാപിനിയായ സ്ത്രീ ആമേൻ പാപത്തിന്റെ മറവിൽ പാപം ചെയ്ത് ഇരുളിന്റെ മറവിൽ പാപം ചെയ്ത് ജീവിക്കുന്ന മാനവരാശിയെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ഇറങ്ങി വന്ന യേശു ആമേൻ പാപിയായ ആ സ്ത്രീയെ പാപത്തിൽ നിന്ന് അടർത്തി മാറ്റി ആമേൻ ദൈവവൈതലാക്കി മാറ്റുവാൻ
മാറ്റുവാൻ ഇറങ്ങി വന്ന യേശു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണെന്ന് പറഞ്ഞ യേശുവിന്റെ മുമ്പിൽ അവൾ എത്തപ്പെട്ടപ്പോൾ അവളിലുള്ള ജീവിതത്തിലെ ഇരുള് മാറി, അവൾ വെളിച്ചമുള്ളവളായി മാറി. ഇന്ന് പകലിലും നിന്നെ കുറ്റം പറഞ്ഞ് നിന്നെ ഒതുക്കാൻ നോക്കുന്നവരുടെ മുമ്പിൽ നിന്റെ ഇന്നലകളിൽ ഇരുളിന്റെ അകത്ത് അകപ്പെട്ടു പോയ ആ സ്ഥിതിയെ അവൻ മനസ്സിലാക്കി നിന്നെ വെളിച്ചത്തിലേക്ക് നടത്തുവാൻ യേശു മതിയായവൻ. ഇന്ന് പകൽ അങ്ങനെ ഒരു പുതിയ അനുഭവത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം നിന്നെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന, ദരിദ്രന്റെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ആ ദൈവം വെളിച്ചമായി അവളുടെ മുമ്പിൽ ഇറങ്ങി വന്നതുപോലെ. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 19:2 വായിക്കുമ്പോൾ, നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ശ്രദ്ധിച്ചേ, പാപിനിയായ സ്ത്രീയുടെ മുമ്പിൽ നിന്ന യേശു അവൻ വെളിച്ചമാ, അവന് ഇരുൾ ഒട്ടുമില്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ആ പാപിനിയായ സ്ത്രീയോട് കൂടെ അവൻ ചേർന്ന് പാപം ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കാഞ്ഞത് അവൻ ഇരുളില്ലെന്ന്. അവൻ പൂർണ്ണമായ വെളിച്ചം, അവൻ വലിയ വെളിച്ചമാണ്. അവൻ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന ഇസ്രായേൽ മക്കളോട് സർവശക്തനായ ദൈവം പറഞ്ഞത്, നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത്. അപ്പോ ഇവിടെ ഒത്തിരി ഡിനോമിനേഷന്റെ പേരുകളിൽ അറിയപ്പെടുന്ന സഭയുണ്ട്. എല്ലാ സഭയ്ക്കും ഒറ്റ പ്രമാണമാണ്, അവൻ ഒറ്റ ദൈവമാണ്. അവൻ എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാ. ഹല്ലേലൂയ. യേശു വെളിച്ചമാ. അവൻ അതുകൊണ്ട് ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾക്കോ ഡിനോമിനേഷനോ ഒന്നും വളച്ചൊടിക്കാൻ പറ്റത്തില്ല. പ്രമാണം ഒന്നേ ഉള്ളൂ. ആമേൻ. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ എന്ത് ചെയ്യണം? ആരാധിക്കണം. ഹല്ലേലൂയ. അല്പസ്വല്പം വിട്ടുവീഴ്ചയൊന്നും ലേശം ആർക്കില്ല? പിതാവായ ദൈവത്തിനില്ല. ആമേൻ. ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടെ പറയേണ്ടത് എന്താ? നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധരാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. പത്രോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. എന്താ ശുദ്ധീകരണം? അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ എഴുതി. ആമേൻ. അത് വാട്സപ്പിൽ ഇട്ടപ്പോ അതിനെതിരെ ഭയങ്കര വിമർശനം വന്നായിരുന്നു. എന്നാൽ വിമർശിച്ചവരോട് ആമേൻ തിരുവചനത്തെ ആമേൻ എടുത്ത് സംസാരിച്ചപ്പോൾ അവർക്കത് ബോധ്യപ്പെട്ടു. ഇന്ന് പകൽക്കാലം നിന്റെ ശുദ്ധീകരണമാ ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാൻ 1:9 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. നോക്കണമേ, പാപിനിയായ സ്ത്രീയെ ആമേ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ആ സ്ത്രീയുടെ മുമ്പിൽ നിന്നു. ഹല്ലേലൂയ. അവിടെ വന്നവരെല്ലാം വെളിച്ചം കണ്ടു. ആമേൻ. എല്ലാരും വെളിച്ചം കാണുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. മത്തായി 4:13 വായിക്കുമ്പോൾ, ഹല്ലേലൂയ, നസ്രയത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയിലുള്ള കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു. ആര് പാർത്തു? കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. നസ്രയത്ത് വിട്ടത്, സ്വർഗാദി സ്വർഗം വിട്ട്, സകല മഹത്വവും വിട്ട്, അല്ലേ? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, അല്ലേ? അബ്രഹാമിനെ പറ്റി കേട്ട് അബ്രഹാം വിട്ടു. എന്ത് വിട്ടു? നസ്രയത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർന്നഹൂമിൽ ചെന്ന് പാർത്തു. ആമേൻ. ചിലരുണ്ട്, ദൈവം അങ്ങ് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ അവിടെ ഇരിക്കും, എന്നെ വന്ന് വേണേ കണ്ടോണം, എന്നെ ബഹുമാനിച്ചോണം, ഞാൻ പറയുന്നത് എന്ത് ചെയ്തോണം. ഹലോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമായവൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നെന്ന്. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ പാപിനിയായ സ്ത്രീ ആ കൽക്കൂമ്പാരത്തിനകത്ത് ഒതുങ്ങി തീരാതെ രക്ഷപ്പെട്ടത്. ആമേൻ. അവൻ നസ്രയത്ത് വിട്ട്, കാരണം അവൻ നസ്രയത്തിലാ ജനിച്ചത്, നസ്രയത്തിലാ വളർന്നത്. അവിടെ വിട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും ഒക്കെ ഇവിടെയാ, അതുകൊണ്ട് ഞാൻ മരിക്കുന്നതും ഇവിടെ തന്നെ, അല്ലേ? മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ കർത്താവ് നസ്രയത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുടെ കഫർന്നഹൂമിൽ ഈ അതിരു വരമ്പൊക്കെ പൊട്ടിച്ചത്.
ഈ ക്വാറന്റൈനിൽ ഈ കൊറോണ കാലത്ത് കുറെ പേര് കിറ്റുകളൊക്കെ കൊടുത്തു. ആർക്കേ കൊടുക്കത്തുള്ളൂ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സൂര്യനെ ഉദിപ്പിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാ. ഹല്ലേലൂയ. അവൻ മഴ പെയ്യിപ്പിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാ. ഹല്ലേലൂയ. നോക്കണമേ, അവൻ നസ്രയത്തിലാണെങ്കിലും ലോകം മുഴുവനായിരിക്കുന്ന മാനവരാശിയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ഹല്ലേലൂയ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആമേൻ. അതിരുകളിൽ കടൽക്കരയുള്ള കവർണ്ണഭൂമിയിൽ ചെന്ന് പാർത്തു. 4:14 ഇങ്ങനെ വായിക്കുന്നത്, സെബുലൂൻ ദേശത്തും നഫ്താലി ദേശത്തും കടൽക്കരയിലും യോർദാൻ അക്കരയുടെ നാടും ജാതികളുടെ ഗലീലയും. നോക്കണേ നമ്മുടെ കർത്താവിന്റെ ആ ഹൃദയവിശാലത. ഹല്ലേലൂയ. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുടെ നാടും ജാതികളുടെ ഗലീലയും. അവൻ മാനവരാശിക്ക് വേണ്ടിയാ കാൽവരിയിൽ രക്തം ചിന്തിയത്. ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രമല്ല, ഏതെങ്കിലും ഒരു പേരിൽ അറിയപ്പെടുന്നവർക്ക് വേണ്ടി, ഒരു ജാതിയിലുള്ളവർക്ക് വേണ്ടി, ഒരു വർണ്ണത്തിലുള്ളവർക്ക് വേണ്ടി, അവൻ ഒരു കുലത്തിലുള്ളവർക്ക് വേണ്ടി അല്ല. ഹല്ലേലൂയ. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും. മത്തായി 4:15. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം നോക്കണം. ആമേൻ. ഗലീല, യോർദാൻ, കടൽക്കര, നഫ്താലി, സെബുലൂൻ, ഇവിടെ എല്ലാം ആളുകളുണ്ട്. അവിടെ എല്ലാം ഇരിക്കുന്ന ജനം ഇരുട്ടിലാണ്. ഹല്ലേലൂയ. ഇരുട്ടായ എന്താ അവസ്ഥ? ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റുമോ? മക്കളെ മനസ്സിലാക്കാൻ പറ്റുമോ? അല്ല. സ്വന്തം ശരീരത്തിൽ തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ വെളിച്ചം വേണ്ടേ? ഹലോ. സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമെങ്കിൽ വെളിച്ചം വേണമെന്ന്. അടുക്കളയിൽ എന്തൊക്കെ തീർന്നു എന്ന് അറിയണമെങ്കിൽ, ആ ടിന്ന് വ്യക്തമായി കാണണമെങ്കിൽ വെളിച്ചം വേണമെന്ന്. ഹലോ. കൂടെയുള്ള ജീവിത പങ്കാളിയുടെ വേദന എന്താണെന്ന് അറിയണമെങ്കിൽ വെളിച്ചം വേണമെന്ന്. ഹല്ലേലൂയ. മക്കളുടെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ വെളിച്ചം വേണമെന്ന്. ലോക രാജ്യങ്ങളിൽ വെളിച്ചമില്ലാത്തത് കൊണ്ട് ആമേൻ അധർമ്മം, അസമാധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഋഷിമാർ ഇങ്ങനെ ചൊല്ലിയത്, തമസോമ ജ്യോതിർഗമയ, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിച്ചാലും. സാക്ഷാൽ വെളിച്ചമായ ദൈവമേ, നീ എവിടെയാണ്? ഞങ്ങളിലേക്ക് വന്നാലും. അറിഞ്ഞോ അറിയാതെയോ അവര് ചൊല്ലുകയാണ്. എന്നാൽ വേദപുസ്തകം വായിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഇന്ന് പകലിലും ഇരുട്ടിൽ തപ്പിത്തടയുന്നത് പോലെ ജോലിയെ കുറിച്ച്, ജോലി മേഖലയെ കുറിച്ച്, വിദ്യാഭ്യാസത്തെ കുറിച്ച്, ഹൈ സ്റ്റഡിയെ കുറിച്ച്, അവൻ വീടിന്റെ പണിയെ കുറിച്ച്, മക്കളുടെ ഭാവിയെ കുറിച്ച്, അവരുടെ വിവാഹത്തെ കുറിച്ച്, അവൻ ഉണ്ടാകാൻ പോകുന്ന തലമുറയെ കുറിച്ച്, അയ്യോ തലമുറകൾ ഉണ്ടാകുന്നില്ലല്ലോ, വ്യക്തമായ കാരണം ഇനിയും പിടികിട്ടിയിട്ടില്ലല്ലോ, നിരാശയിലായിരിക്കുന്നവർക്ക് ആമേൻ വലിയൊരു വെളിച്ചം. ഹല്ലേലൂയ. ആമേൻ. മത്തായി 4:16 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ, എന്ന് യശയാപ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകാൻ ഇടവന്നു. അപ്പൊ മത്തായി സുവിശേഷം 4-ാം അധ്യായം ആമേൻ 13 മുതൽ താഴോട്ട് വായിച്ച വാക്യം ഒരു പ്രവചനമാണ്. ഹല്ലേലൂയ. ഒരു പ്രവചനം. ഹല്ലേലൂയ. ഈ കാലത്ത് അവൻ പ്രവാചകന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. എന്നാൽ ഈ പ്രവചനം എന്ന് കേൾക്കുമ്പോൾ അനേകർക്ക് പേടിയ. എന്നാൽ ആമേൻ യെശയ്യാ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ആമേൻ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ആമേൻ പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തിയ പ്രവചനമാണ്, കേൾപ്പിച്ച പ്രവചന ശബ്ദമാണ്. ആമേൻ. അതുകൊണ്ട് മത്തായി 4:16 എന്ന് യെശയ്യാവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. ഹല്ലേലൂയ. പാസ്റ്ററെ, പ്രവചനം കേട്ട് മടുത്തന്നേ. ആമേൻ. പ്രവചനം ദൈവത്താൽ വന്നതാണെങ്കിൽ നീ മടുക്കത്തില്ല, അത് നിറവേറും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ കൂടാതെ പ്രവചിക്കുന്ന പ്രവാചകന്മാരും ഉണ്ട്. ബാലിന്റെ പ്രവാചകന്മാരെ കുറിച്ച് ഏലിയാവിന്റെ കാലത്ത് വളരെ വ്യക്തമായി ബാലന്റെ പ്രവാചകന്മാര് ഏലിയാവിനെ വെല്ലുവിളിച്ച് ആമേൻ തീയിറക്കി ആമേൻ യാഗം ദഹിപ്പിക്കുവാനൊക്കെ നോക്കി. പക്ഷേ അവരുടെ ആ നിലവിളി ആമേൻ അതെ
ബാല് കേട്ടില്ല. എന്നാൽ ഏലിയാവ് പ്രവാചകനായിരുന്നു. അവൻ യാഗപീഠം പുതുക്കിപ്പണിത് ആമേൻ അവൻ നിലവിളിച്ചപ്പോൾ തീയിറങ്ങി. ജീവിക്കുന്ന ദൈവം ഏകനായി മഹാത്ഭുതങ്ങൾ വെളിപ്പെടുത്തുന്നവനെന്ന് അന്ന് ഭക്തന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകലിലും യഥാർത്ഥമായി ദൈവശബ്ദം പ്രവചന ശബ്ദത്തിൽ അരുളി ചെയ്യുന്ന അഭിഷക്തന്മാരുണ്ട്. ഇന്ന് പകലിലും നിന്റെ ഭാവിയെ കുറിച്ച് അതേ വിളിച്ചു പറയുവാൻ അധികാരത്തോടാക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരുണ്ട്. അവരുടെ അകലങ്ങളിലൂടെ കേൾക്കുന്ന ആ ഭൂത നിന്റെ ജീവിതത്തിൽ നിറവേറത്തക്ക വിധത്തിൽ ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് അവൻ ജീവിക്കുന്നു. അത് തിരിച്ചറിയുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം നമുക്കെടുത്ത് ഒന്ന് വായിച്ചു നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഇങ്ങനെയാ: എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ആമേൻ. ഹല്ലേലൂയ. സംഭവിക്കുവാൻ പോകുന്ന ഒരു കാര്യത്തെ മുൻകൂട്ടി അവൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യെശയ്യാവ് 9:2 ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ആമേൻ. ഇങ്ങനെ ഈ സാഹചര്യത്തിൽ ആകാൻ കാരണം എന്താണെന്ന് ചിരഞ്ഞ് അതിന്റെ പുറകെ പോയി സമയം കളയാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല. ഇപ്പോൾ പ്രവചനം അന്നും ഇന്നും നിറവേറുക തന്നെ ചെയ്യും. ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അവൻ യെശയ്യാവ് പ്രവചിച്ചത് യേശു കർത്താവിനെ കുറിച്ചാണ്. യേശു കർത്താവ് വന്നു കഴിഞ്ഞാൽ നഫ്താലി ദേശവും കടൽക്കരയും യോർദാൻ അക്കരെയുള്ള ഗലീലയിലെ ജാതികളും വെളിച്ചം കാണുമെന്ന് അത് പ്രവചിച്ചത് അത് നിവൃത്തിയായെങ്കിൽ ഇന്ന് പകൽ നിശ്ചയമായും ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനം അത് നിറവേറുക തന്നെ ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ അവൻ നിന്നോട് പറഞ്ഞ വചനം നിറവേറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രവചനം നിറവേറിയാൽ എന്താണ് സംഭവിക്കുന്നത്? യെശയ്യാവ് 9:3 വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാ: നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രവചന നിവൃത്തി ആമേൻ സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നത് വർധനവാണ്. ഹല്ലേലൂയ. ഈ കൊറോണ കാലഘട്ടങ്ങളിൽ വീട്ടിനകത്ത് ഇരിക്കുന്ന നിന്നെ നോക്കി ആത്മാവിൽ ആമേൻ ഞാൻ പറഞ്ഞ ആമേൻ നീ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാകുമോ? ആമേൻ. കാരണം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ആമേൻ ഒരു വർധനവുണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വീട്ടിനകത്ത് ഒരു വർധനവ്, നിന്റെ ജോലി സ്ഥലത്ത് ഒരു വർധനവ്, നിന്റെ വിദ്യാഭ്യാസ ആമേൻ മേഖലയിൽ ഒരു വർധനവ്, ആമേൻ നിന്റെ തലമുറയുടെ ജീവിതത്തിൽ ഒരു വർധനവ്. ആമേൻ. കാരണം ഇരുട്ടിലിരുന്ന ജനത്തിന് വലിയൊരു വെളിച്ചം ആമേൻ ഉദിച്ചു. അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൽ രക്ഷകനായി ആമേൻ സ്വീകരിച്ച് അവനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ആമേൻ ലോകം മനുഷ്യൻ ആമേൻ മരുഭൂമിക്കകത്ത് ആമേൻ വെള്ളമില്ലാതെ അതെ പട്ടുപോകുമ്പോ ആമേൻ ഇസ്രായേലിന് മരുഭൂമിയിൽ നീരുറവയെ തുറന്ന് അധികാരമുള്ള ദൈവത്തെ കുറിച്ച് മോശ പാടി സ്തുതിച്ചു. ആമേൻ. ഇസ്രായേൽ ജനം ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് പകല് അതേ കർത്താവിനെ സ്തുതിക്കുക, ഏകനായി മഹാത്ഭുതങ്ങളെ വെളിപ്പെടുത്തുക. ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ലോക രക്ഷകനായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഇന്ന് പകൽ നിന്നെ നോക്കി ആത്മാവിൽ ഞാൻ പറയുകയാണ്, ഒരു വർധനവ് നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ പോകുകയാണ്. ഇന്ന് പകൽ ആമേൻ പറഞ്ഞു എത്ര പേര് സ്വീകരിച്ചു? ഹല്ലേലൂയ. അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ. ഹല്ലേലൂയ. അതെ, പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ അതെ അവസരം നോക്കി പുറകെ വന്നവരുടെ മുമ്പിൽ അവളുടെ ജീവൻ അവിടെ തീരാതെ കണ്ട് സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ ഇറങ്ങി വന്ന യേശു അവളുടെ ആയുസ്സിനെ ദീർഘമാക്കി ഭൂമിയിൽ ജീവിക്കുവാൻ ഒരു വാഗ്ദാനമോ ആമേൻ നൽകിക്കൊടുത്തെങ്കിൽ ഇന്ന് പറഞ്ഞ് വിശ്വസിക്കുക. കണ്ണുനീരും ദുഃഖവും ആമേൻ പൊടിയാണെന്ന് പറഞ്ഞ് ആമേൻ നീ ദരിദ്രയാണെന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കാൻ നോക്കുന്ന ലോകത്ത് നിനക്കൊരു വാഗ്ദാനം ഇന്ന് പകൽ സ്വർഗം അതെ നൽകുവാൻ ശക്തിയുള്ളവർ വിശ്വസിക്കുവാൻ കടകളടിച്ചു. ഹല്ലേലൂയ.
ഹല്ലേലൂയ, Praise the Lord. ഹല്ലേലൂയ. അത് ഏലിയാവിന്റെ കാലത്ത് ആമേൻ ഞാനും എന്റെ മകനും മരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാ. കാരണം കൊടിയ ക്ഷാമം. ആമേൻ വീട്ടിലുള്ളതെല്ലാം തീർന്നു. ആമേൻ അല്പം മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രാർത്ഥനാ മനുഷ്യനായ ഏലിയാവിനെ തക്ക സമയത്ത് തന്റെ ഭവനത്തിൽ അയച്ച് അവിടെ ഒരു വർദ്ധനവ് ദൈവം വർദ്ധിപ്പിച്ചെങ്കിൽ ഇന്ന് പറഞ്ഞ് വിശ്വസിക്കുക. ആമേനിന്റെ ഭവനത്തിനകത്ത്, ആമേനിന്റെ അടുക്കളക്കകത്ത്, ആമേനിന്റെ ബേഴ്സിനകത്ത് അതിനൊരു വർദ്ധനവ്. ഓ, ഈ പാസ്റ്റർ ഭൗതികമായ വർധനവിനെ കുറിച്ച് അല്ല, നിന്റെ ആത്മീയ ജീവിതത്തിൽ ഒരു വർധനവ് സംഭവിക്കാൻ പോകുകയാ. ഈ ദിവസങ്ങളിൽ അവന് വെളിയിറങ്ങുവാൻ കഴിയുന്നില്ലെങ്കിൽ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ആത്മീയ ജീവിതത്തിനകത്തൊരു വർധനവുണ്ടാകാൻ പോകുകയാ. ഒരു ആത്മീയ കൊയ്ത്ത് ആമേൻ സംഭവിക്കുവാൻ പോകുകയാ. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആമേൻ ഒരു ആത്മാവിന്റെ കൊയ്ത്ത്, ആത്മാവിന്റെ വിളവെടുപ്പ്, ആമേൻ കൂട്ടമായുള്ള സ്നാനങ്ങൾ, കൂട്ടമായുള്ള ആത്മാക്കളുടെ വിടുതൽ സംഭവിക്കുവാൻ പോകുകയാ. ഇന്ന് പകർന്ന് തിരിച്ചറിയുന്നവർ കരങ്ങൾ അടിച്ച് കർത്താവിന്റെ മകനെ കൊടുക്കുക. ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. എന്തുകൊണ്ടാണ്? ആമേൻ, നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. നീ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതേ നമ്മൾ പഠിക്കുമ്പോൾ അതേ വളരെ സുപരിചിതമായ ഒരു ഭാഗമാണല്ലോ അത്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശമരിയക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ ഏകനായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വെളിച്ചമായി അവളുടെ ജീവിതത്തിൽ വന്ന് അവളുടെ ഇരുളടഞ്ഞു പോയ ജീവിതത്തിൽ, ഇരുണ്ട കാലഘട്ടത്തിൽ സംഭവിച്ച പാപത്തിന്റെ പ്രവൃത്തികളെ ചൂണ്ടി അവളെ പാപത്തിൽ നിന്ന് അടർത്തി മാറ്റി അവളെ വെളിച്ചമുള്ളവളാക്കി ആ ഫിലിപ്പിയ പട്ടണത്തിൽ ആമേൻ ഒരു കൊയ്ത്ത്, ഒരു വിധ ആമേൻ നടക്കത്തക്ക വിധത്തിൽ ആത്മാക്കളെ അതേ പുറത്തെടുക്കുക, അവളെ വെളിച്ചത്തിന്റെ മകളാക്കി മാറ്റുക. ഇറങ്ങി വന്നത് ഇന്ന് പകൽ അവന്റെ മുഴു സാന്നിധ്യമായി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്നലകളിൽ ശമരിയക്കാരി സ്ത്രീയെ പാപത്തിനകത്ത് തളച്ചിട്ട ആ ഇരുളിനെ അവരെ ശാസിച്ച് അതിനകത്ത് നിന്ന് അവളെ പുറത്തെടുത്ത് അവളെ ജ്യോതിസിനെ പോലെ പ്രകാശിക്കത്തക്ക വിധത്തിൽ ഫിലിപ്പിയ പട്ടണത്തിൽ ഒരു കൂട്ടത്തെ ദൈവത്തിന് വേണ്ടി ഇറക്കിക്കൊണ്ടുവരുക, അവളെ വെളിച്ചമുള്ളവളാക്കി മാറ്റിയ കർത്താവ്. ഹല്ലേലൂയ. യോഹന്നാൻ 4:35 വായിക്കുമ്പോൾ ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാ നിങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വിളിത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവമക്കളെ, വലിയൊരു കൊയ്ത്തിന് സമയമായിരിക്കുകയാ. ആത്മാക്കളുടെ കൂട്ടമായിട്ടുള്ള അതേ രക്ഷയുടെ അനുഭവത്തിലേക്ക് അതേ സംഭവിക്കുവാൻ പോകുകയാ. ആത്മാവിൽ ഞാൻ കാണുന്നു അതേ രാജ്യങ്ങൾ യേശുവിന് വേണ്ടി അതേ വാതിലുകൾ തുറക്കുവാൻ പോകുകയാണ്. ആമേ പട്ടണങ്ങൾ തുറക്കപ്പെടുവാൻ പോകുകയാണ്. അത് ആത്മാവിൽ കാണുന്നവർ ഇന്ന് കാര്യങ്ങളെടുത്ത് കർത്താവിന് മഹത്വം കൊടുത്ത് സഭകൾ ആമേൻ വർദ്ധിക്കുവാൻ പോകുകയാണ്. ആമേൻ ആത്മാക്കളെ കൊണ്ട് നിറയുവാൻ പോകുകയാണ്. കൂട്ട സ്നാനങ്ങൾ നടക്കുവാൻ പോകുകയാണ്. ആമേൻ യൗവനക്കാരികൾ ഇത് അന്ത്യകാലമാകുക. സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ ദൈവവചനത്തിന്റെ ആ നിറവേറൽ അതേ സംഭവിക്കുന്ന കാലഘട്ടങ്ങൾ അതേ ജീവിതത്തിന് മുമ്പിൽ അതേ സംഭവിക്കുവാൻ പോകുകയാണ്. നിന്റെ തലമുറ ആത്മാവിൽ നിറയപ്പെടുവാൻ പോകുകയാണ്. അവരിലുള്ള ഇരുട്ട് മാറിപ്പോകുന്ന പകല അവർ പ്രവചിക്കാൻ പോകുകയാണ്. അവർ ദർശനങ്ങൾ കാണുവാൻ പോകുകയാണ്. നിന്റെ ഭർത്താവ് ആ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കപ്പെടുവാൻ പോകുകയാണ്. ആ രോഗിയായി കിടക്കുന്ന ആ നിന്റെ മകൻ യേശുവിൻ നാമത്തിൽ അതേ സൗഖ്യമാകുക പോകുകയാണ്. കാരണം വെളിച്ചമായവൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോ അവൻ കുരുട്ട് കണ്ണുകൾ അതേ തുറന്നു വന്നു, ഊമർ സംസാരിച്ചു, മുടന്തർ നടന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. കണ്ണുകൾ അടിച്ച് യോഹന്നാൻ 4:36 വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവാക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അത് യെശയ്യാവ് 9:4 ഇങ്ങനെയാ കാണുന്നത്. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും വിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. സന്തോഷിക്കുവാൻ കഴിയാതെ അതേ തലമുറകളെ ആമേൻ അത് ഇരുളിൽ തളച്ചിട്ടിരിക്കുന്ന അവസ്ഥ കണ്ട് ഭാരത്തോടായിരിക്കുന്ന നിന്റെ തലമുറകൾ വെളിച്ചത്തിലേക്ക് അതേ ചുവട് വെക്കത്തക്ക വിധത്തിൽ അവരെ തകർക്കാൻ നോക്കുന്ന അന്ധകാരത്തിന്റെ അതേ അനുഭവത്തിൽ നിന്ന് ഇന്ന് പകൽ അവരെ വിടുവിക്കുക. സാക്ഷാൽ വെളിച്ചമായവൻ ലോകത്തിലേക്ക് വന്നു.
ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം യശയ്യാവ് 9:6 വായിക്കുന്നത് ഇങ്ങനെയാ: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടുക. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവർ ഈ ഭൂമിയിലേക്ക് അയച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് BC 700 കാലയളവിൽ ജീവിച്ചിരുന്ന യശയ്യാവ് പ്രവചിച്ച പ്രവചനം ഇങ്ങനെയാണ്: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ കർത്താവ്, ലോകത്തിന്റെ രക്ഷകൻ, വെളിച്ചമായവർ, ഹല്ലേലൂയ, വഴിയും സത്യവും ജീവനുമായവർ. അതേ സഹോദരി, നിന്റെ തലമുറ വിടുവിക്കപ്പെടാൻ പോകുകയാ. അവൻ നിന്റെ കൂടപ്പുറപ്പ് വിടുവിക്കപ്പെടുവാൻ പോകുകയാ. അല്ല, ഇരുളടഞ്ഞ നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ നഷ്ടപ്പെട്ടത് അവൻ നീ തിരികെ പ്രാപിക്കുവാൻ പോകുകയാ. ഇന്നലെ നിന്നോട് കൂടെ നടന്നവർ ഇന്ന് നിനക്കെതിരെ കല്ലുമായി നടക്കുന്നെങ്കിൽ, നിന്നെ പഴി പറഞ്ഞ് ഒതുക്കാൻ നോക്കുന്നെങ്കിൽ, ഇന്ന് പകൽ വെളിച്ചമായവർ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന പകൽ വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഇന്നലെ വരെ നിന്നെ ഒതുക്കിയ ഇരുളിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ വിട്ടുമാറിയ യോബ് 42:5 അവൻ ഇങ്ങനെ താൻ പറയുന്നത്: ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. അവൻ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്, ഒത്തിരി പ്രവചനം കേട്ടിട്ടുണ്ട്, ഒത്തിരി സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. സഹോദര സഹോദരി, മാതാവേ പിതാവേ, കേട്ടിരിക്കുകയല്ല, നിന്റെ അനുഭവത്തിൽ നീ കാണത്തക്ക വിധത്തിൽ, നീ പ്രാപിക്കത്തക്ക വിധത്തിൽ ഇന്ന് പകൽ ഇരുളടഞ്ഞ നിന്റെ ജീവിതത്തെ വെളിച്ചമുള്ളതാക്കി മാറ്റുക അധികാരമുള്ളവർ യേശു അവന്റെ മുഴു സാന്നിധ്യമായി ഇറങ്ങി വന്നിരിക്കുകയാ. നിന്റെ തലമുറകൾ ആ ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന പകല ആ കേസിനകത്ത് നിന്ന് യേശുവിന്റെ നാമത്തിൽ അവർ പുറത്തു വരികയാ. അവൻ നിന്റെ ഭർത്താവ് യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടുകയാ, നിന്റെ ഭാര്യ വിടുവിക്കപ്പെടുകയാ. ആ ഡിവൈസ് യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ആകുകയാ. അവൻ ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾ ഉടഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്ത് അവൻ യേശുവിന്റെ നാമത്തിൽ അവരുടെ പിണക്കങ്ങൾ ഇണക്കങ്ങളായി മാറുക. പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ പരിഹരിക്കപ്പെടുകയാ. അവനത് യോബിന്റെ കാലത്ത് യോബ് പറഞ്ഞു: ഞാൻ അവനിലേക്ക് നോക്കി, എന്റെ കാര്യം ഞാൻ അവനെ ഏൽപ്പിക്കുമായിരുന്നു. ഇന്ന് പകൽ നിന്റെ തലമുറയുടെ വിഷയമാകട്ടെ, നിന്റെ കൂടപ്പുറപ്പിന്റെ വിഷയമാകട്ടെ, നിന്റെ വസ്തുവിന്റെ വിഷയമാകട്ടെ, നിന്റെ ഭവനത്തിന്റെ വിഷയമാകട്ടെ, നിന്റെ ജോലി വിഷയമാകട്ടെ, എന്തുമാകട്ടെ, ഇന്ന് പകൽ അവന്റെ കയ്യിൽ ഏൽപ്പിക്കാമോ? അവനെ യോബ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുകയാണ്. അവൻ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അവർ വെളിച്ചം കണ്ടു, അതിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം, ആനന്ദിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു മാനസാന്തര പ്രസംഗം നടത്തിയത്. അവിടെ വെച്ചാണ് നമ്മുടെ പത്രോസ് രക്ഷിക്കപ്പെടുന്നത്. ഇന്ന് പകൽ ഹല്ലേലൂയ, നിന്നിലൂടെ ദൈവനാമം മഹിമപ്പെടുമാറ്, അനേകർ ദൈവത്തിലേക്ക് വരുമാറ്. ആമേൻ. അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ, നിന്റെ തലമുറയുടെ ജീവിതത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന പകല. ഹല്ലേലൂയ. ആമേൻ. എവിടെ അത്ഭുതങ്ങൾ നടന്നാലും അവിടെ മാനസാന്തരങ്ങൾ നടക്കണം. ഹല്ലേലൂയ. ആമേൻ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് നാം ശ്രദ്ധ ചെലുത്തുന്നതിന് മുമ്പ് സങ്കീർത്തനങ്ങൾ 136-13 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവൻ. മിസ്രൈമിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ അവരുടെ കഷ്ടതയുടെ ആ ആധിക്യത്തിൽ നിലവിളിച്ച നിലവിളി കേട്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് അവരെ കണ്ടു എന്ന് പറഞ്ഞ് ആമേൻ ഇറങ്ങി വന്നു മോശയിലൂടെ ദൈവം. സഹോദര സഹോദരി, നിന്റെ കഷ്ടത കണ്ട്, നിന്റെ വേദന കണ്ട്, അവൻ നിന്റെ പ്രയാസം കണ്ട് നിന്നെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന സാക്ഷാൽ വെളിച്ചമായ യേശു ക്രിസ്തു. ആമേൻ. ആ മോശയുമായി മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ യാത്ര പുറപ്പെടുകയാണ്. ആ യാത്രയിൽ അവർ പ്രതീക്ഷിക്കാതെ അവരുടെ മുമ്പിൽ തടസ്സമായി ചെങ്കടൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് പകൽ യേശുവുമായിട്ടുള്ള യാത്രയിൽ, യേശുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നീ ആയിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കാം. ചെങ്കടൽ പോലെയുള്ള പ്രശ്നത്തിന് മുമ്പിൽ
ഇപ്പോൾ നീ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നുവെങ്കിൽ ഞാൻ ചെയ്യുന്നതിലും അധികം എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ചെയ്യും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലവരത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നു. ഇന്ന് പകല അധികാരം തിരിച്ചറിയുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. മോശയുടെ കാലത്ത് ഇസ്രായേൽ ജനമായി മുമ്പോട്ട് വരുമ്പോൾ അവൻ ചെങ്കടൽ രണ്ടായി അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ നിന്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ രണ്ടായി വിഭജിക്കപ്പെടുവാൻ പോകുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. അവൻ നീ ദൈവത്തെ സ്തുതിക്കാൻ പോകുകയാണ്. ആമേൻ. പുറപ്പാട് പുസ്തകം 14:21 മോശ കടലിന്മേൽ കൈനീട്ടി. അമ്മ നമ്മെ പോലെ ഈ ഭൂമിയിൽ ജനിച്ച് ദൈവം വിളിച്ചപ്പോ എനിക്ക് കഴിവില്ല, എനിക്ക് വാക്സാമർത്ഥ്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ നോക്കിയ മോശ അല്ല. മോശ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ അവരെ കൊന്നുകളയുവാൻ ശ്രുതികർമ്മണികളെ ഏർപ്പാട് ചെയ്ത ലോകം. സഹോദര, ഇത് നിന്നോടുള്ള ദൂത. സഹോദരി, ഇത് നിന്നോടുള്ള ദൂത. മാതാവേ, പിതാവേ, കുഞ്ഞ, അഭിഷക്ത, ഇത് നിന്നോടുള്ള ദൂത. ആ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നിന്നെ അബോർട്ട് ചെയ്യാൻ പിശാച് മന്ത്രിച്ചതാ അല്ല. അതെ, 9 മാസം അതെ ആ വിനായിക എത്തുന്നതിന് മുമ്പ് നീ ബ്ലീഡിംഗ് ആയി പുറത്തു പോകാൻ പിശാച് ബാധിച്ചതാ അല്ല. നീ പിറന്നു വീണപ്പോ തന്നെ അമ്മയുടെ മടിയിൽ കിടക്കാതെ ആ ഹോസ്പിറ്റലിനകത്ത് അമ്മ നിന്നെ കിടത്തി അമ്മ അവിടെ നിന്നെ ഒതുക്കാൻ നോക്കിയതാ അല്ല. നീ വളർന്നു വന്നപ്പോൾ ആ ആക്സിഡന്റ് അകത്ത് നിന്നെ തകർക്കാൻ നോക്കിയതാ അല്ല. ആ നിരാശ നിന്റെ അകത്ത് കയറി ഒരു ചാൻ കയറിനകത്ത് നീ ജീവിതം അവസാനിക്കുവാൻ ചിന്തിച്ചതാ അല്ല. നീ പോയപ്പോൾ നിനക്കെതിരെ വന്ന ആ വാഹനം നിന്നെ തട്ടിയിട്ട് നിന്റെ മേലെ കയറി ഇറങ്ങാൻ ശത്രു ആക്സിഡന്റ് ഉണ്ടാക്കിയതാ അല്ല. നീ നടന്നു പോയപ്പോ നീ തെന്നി വീഴത്തക്ക വിധത്തിൽ നിന്നെ തള്ളിയിട്ട് നോക്കിയതാ. സഹോദര, നിന്നോടാ. സഹോദരി, ഇത് നിന്നോടുള്ള ദൂത. ഇതാ ഇസ്രായേൽ ജനത്തെ വിടുവിച്ചെടുക്കുക. ദൈവം കണ്ടിരിക്കുന്ന അഭിഷേകത്തെ ജനിച്ചപ്പോ തന്നെ തകർത്ത് കളയുവാൻ അതേ അവനറിയാതെ അവൻ പിന്തുടർന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ അവൻ അറിയുന്നില്ലെങ്കിലും അവന് വേണ്ടി അവൻ അതെ പ്രൊട്ടക്ഷനായി അവനോട് കൂടെ ഇരുന്ന ദൈവം. ഹല്ലേലൂയ. നയൽ നദിക്കകത്ത് അവൻ ഒതുങ്ങിത്തീരുവാൻ പദ്ധതിയിട്ട ആലയ കൊട്ടാരത്തിൽ തന്നെ വളർത്തി വലുതാക്കി. ആമേൻ. എന്നാൽ അവിടുത്തെ സൗഭാഗ്യങ്ങൾക്കകത്ത് അവൻ സമയം ചെലവഴിച്ച് ഒതുങ്ങിത്തീരാതെ അവൻ പൊടിയിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരുന്ന ദൈവത്തെ അവൻ അറിയേണ്ടതുപോലെ അറിഞ്ഞത് ഓരേബിലെത്തിയിട്ടാണെങ്കിലും ആ ചെറുപ്രായത്തിൽ അവനെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ പ്ലാനിലേക്ക് അവനെ നയിച്ച ദൈവം. നീ എവിടെ പോയിട്ടും അവിടെ നിനക്ക് നിലനിൽക്കുവാൻ കഴിയാതെ അവിടെ നിന്ന് നീ ഇറങ്ങിപ്പോരേണ്ടി വന്നു. ആമേൻ. ആ ജോലി സ്ഥലത്തും ഈ ജോലി സ്ഥലത്തും നീ വിചാരിച്ചു അവിടെ രക്ഷപ്പെടാതെ. ആമേൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? ആമേൻ. ദൈവം നിന്നെ കുറിച്ചെഴുതിയിരിക്കുന്ന ആ വചനത്തിന്റെ നിവൃത്തീകരണത്തിലേക്ക് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം നിന്നെ കൈപിടിച്ചുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാ മോശയ്ക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ ദൈവം അവസരം കൊടുത്തത്? കേവലം ഒരു അമ്മയുടെ അപ്പന്റെ ഒരു സഹോദരിയുടെ സഹോദരനായി മകനായി വളർത്തപ്പെട്ട് എല്ലാവരും വിവാഹം കഴിച്ച് ബന്ധുക്കളും കുഞ്ഞുങ്ങളുമായി മണ്ണിനടിയിൽ അതെ ഒതുങ്ങിത്തീരുന്നത് പോലെ ഒതുങ്ങിത്തീരാതെ അവന്റെ ഈ ലോക യാത്രയിൽ അവൻ ദൈവത്തിനു വേണ്ടി ദൈവത്തിന്റെ ശബ്ദമായി ദൈവത്തിന്റെ പകരമായി അവൻ ഒരു കൂട്ടത്തെ പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് എത്തിക്കുവാൻ ദൈവം കണ്ടിരിക്കുന്ന ഒരു അഭിഷക്തനായതുകൊണ്ട് മറ്റാർക്കുമില്ലാത്ത സമപ്രായത്തിലില്ലാത്തവർ വേദനകൾ, വെല്ലുവിളികൾ, ഒറ്റപ്പെടലുകൾ അതേ മോശയുടെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചെങ്കിലും അതിനകത്ത് നീക്കുപോക്ക് നൽകി അവനെ ഉയർത്തി ഞാനാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അതേ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ട് വരുമ്പോ അവനെ കൊണ്ട് പരിഹരിക്കുവാൻ പറ്റാത്ത ചെങ്കടൽ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോ അതേ അവന്റെ കൈ
കൈ അവൻ കടലിൽ നീട്ടിയപ്പോ അവന്റെ കൈയിലൂടെ നീട്ടിയ വടിയിലൂടെ ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് പകലിലോ സഹോദര നിന്റെ കൂടെയുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോ, നീ വിരൽ ചൂണ്ടുമ്പോ, നീ ആരാധിക്കുമ്പോ, നീ കരയുമ്പോ അതേ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളാലും വീരപ്രവർത്തികളാലും പ്രസംഗിച്ച വചനത്തെ ഉറപ്പിച്ച ദൈവം ഇന്ന് നിന്റെ കൂടെയുള്ള കരയുന്ന മാതാവേ, അതേ തകർന്നു കിടക്കുന്ന ആ നിന്റെ ആ ജോലി സ്ഥാപനത്തെ നോക്കി ഇന്ന് പകൽ വിരൽ ചൂണ്ടി നീ പ്രവചിക്കുക, നീ കൽപ്പിക്കുക. നിന്റെ അതരത്തിലൂടെ പുറത്തു വരുന്ന വാക്കുകളുടെ മുമ്പേ ദൈവശക്തി വെളിപ്പെടുത്തു പകലാണ്. നിന്റെ തലമുറയെ നോക്കി നീ പ്രാർത്ഥിക്കുക, നീ കൽപ്പിക്കുക. അതേ പാമ്പുകളെ, തേടുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ആ രോഗമുള്ള ആ ഭാഗത്ത് കരം വെച്ച് യേശുവിൻ നാമത്തിൽ നീ പറ, അടിപ്പിണരുക, സൗഖ്യം വന്നിരിക്കുന്നു. ഇനി മേലാൽ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. ഇരുളിൽ അറപ്പെട്ട ജീവിതമായിരുന്നപ്പോ കല്ലെറിഞ്ഞ് ഒതുക്കാൻ നോക്കി. എന്നാൽ ഇനി നീ ഇരുളിൽ അറപ്പെട്ട് ജീവിക്കുവാൻ ഇടയാകാതെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ തയ്യാറാകട്ടെ. ഇന്ന് പകൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട സങ്കീർത്തനം അതേ 136:4 ഏകനായി മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയയുള്ളത്. ഹല്ലേലൂയ. താൻ മാത്രം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാ ഇസ്രായേലിന്റെ ദൈവമാണ് യഹോവ ആയ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടിച്ചൊല്ലിയത് സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്യത്ഭുതമായോ. സർവജാതികളുടെ രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യമുള്ളവ. നീ വലിയവനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമല്ലോ. നീ മാത്രം ദൈവമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ഭക്തനായോ പറയുകയാണ്, അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു, എന്റെ കാര്യം ദൈവത്തിങ്കിൽ ഏൽപ്പിക്കുമായിരുന്നു. ഇന്ന് പകൽക്കാലം നോഹയെ ഓർത്ത ദൈവം നമ്മുടെ താഴ്ചയിൽ, നമ്മുടെ വീഴ്ചയിൽ ഓർത്ത് ആമേൻ നമ്മെ വിടുവിക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കുന്ന, ദരിദ്രനെ കൂപ്പയിൽ നിന്ന് ഉയർത്തുന്ന, എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന, എഴുന്നേൽപ്പിക്കുന്ന ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് വെളിച്ചമായി നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ആമേൻ. ലോകം അവനെ അറിഞ്ഞില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. ആമേൻ. നാം മക്കളെങ്കിൽ അവകാശം. പുരാതന സമ്പത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്വർഗത്തിലുള്ളതിന്റെ അവകാശം നമുക്കുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് ചേർത്തുകൊള്ളും. ആമേൻ. അവന്റെ അവകാശം നമുക്കുണ്ട്. അങ്ങനെയെങ്കിൽ അവൻ ഇരിക്കുന്നിടത്ത് നമ്മളെ കൊണ്ട് ഇരുത്തുവാൻ അവൻ വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിൽ തിരിഞ്ഞവരായി ആരാധിക്കുവാൻ ആമേൻ പാപിനിയായ സ്ത്രീയെ വെളിച്ചത്തിലേക്ക് നയിച്ചു. ആമേൻ. ആ ഗലീലയിൽ കടൽക്കരയിൽ, ആ യോർദാനിൽ അക്കരയിൽ ഇരുന്നവര്, ആമേൻ അതേ സെബുലോനിലും നഫ്താലി ദേശത്തിരുന്നവര് വെളിച്ചം കണ്ട് ആമേൻ അതേ മാനസാന്തരപ്പെട്ടതുപോലെ. ഹല്ലേലൂയ. ആ ശമരിയക്കാരി സ്ത്രീ ആമേൻ ഇരുളറിഞ്ഞ ജീവിതത്തിൽ നിന്ന് വെളിച്ചമുള്ളവളായി മാറി. ആ ഫിലിപ്പിയ പട്ടണത്തിൽ നിന്ന് അനേകരെ ദൈവത്തിങ്കിലേക്ക്, ആ ശമരിയ പട്ടണത്തിൽ നിന്ന് അനേകരെ ദൈവത്തിങ്കിലേക്ക് ഹല്ലേലൂയ കൊണ്ടുവന്നതുപോലെ പകലിലും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായി സ്തോത്രം. കർത്താവേ, നീ നല്ലവനായി, വിശ്വസ്തനായി, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവരായി ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദൈവമാണല്ലോ. കർത്താവേ, ഞങ്ങൾ ആത്മീയമായി ഭൗതികമായി എല്ലാ നിലയിലും അവിടെ ഞങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. കർത്താവേ, വലിയ സന്തോഷത്തിൽ ഉടമകളായി ജീവിക്കുക. കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിത്യതയിൽ ചെല്ലുമ്പോഴും സന്തോഷിക്കത്തക്ക വിധത്തിൽ ഞങ്ങൾ ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി എല്ലാ മേഖലകളിൽ നിന്നും ഞങ്ങളെ ഉയർത്തുവാൻ ശക്തരായ ദൈവം ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. മാനസാന്തര അനുഭവത്തിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങൾ ആഹ്വാനം ചെയ്തല്ലോ. കർത്താവെ, ഇന്ന് പകൽ കർത്താവെ, മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെടുവാൻ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ദൈവവൈദ്യനായി ജീവിക്കും. കർത്താവ് കൃപ ചെയ്യുക. അതിനെ കേട്ട എല്ലാവരെയും ഇവിടെ അനുഗ്രഹിക്കണം. ഇന്ന് പകൽ കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ കൂട്ടായ്മയ്ക്ക് ആരാധനയ്ക്കായി സ്തോത്രം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ലോകരാജ്യങ്ങൾ സമാധാനം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ ദേശങ്ങൾ സമാധാനം പ്രാപിക്കട്ടെ.
ഇരുളിൽ നിന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടതുപോലെ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനാവിന് ജീവിപ്പാ തക്കവണ്ണം ഇടയാണ്. ഹല്ലേലൂയ. കർത്താവേ നിങ്ങളെ സഹായിച്ച ബലപ്പെടുത്തിയ ദൈവകൃപയ്ക്കായി മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കും. പ്രാർത്ഥന ഘട്ടത്തിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യും, നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യും. ആമേൻ. വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായിരിക്കും ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസം നമ്മോടുകൂടെ ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടെ കർത്താവിന്റെ രണ്ടാം വരവിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചേർന്നല്ലേ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും ക്രിസ്തുവിനുള്ള വന്ദനവും നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ഇന്ന് വൈകിട്ടും 8 മണിക്ക് ലൈവിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ.